അനിൻ നഈം. എല്ലാ നിഅമത്തുകളെക്കുറിച്ചും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ എന്റെ കഴിവും അധ്വാനവും എന്റെ ശക്തിയും എന്റെ ആരോഗ്യവും എന്റെ സമ്പത്തും ഒക്കെ പരമാവധി നിന്റെ വഴിയിൽ തന്നെ ചെലവഴിച്ചു എന്ന് നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ പരലോകത്ത് നമ്മൾ വിജയിച്ചവരായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിലും മറുനാടുകളിലും അതേപോലെ വിദേശങ്ങളിലും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓരോ വിഷയങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വിഷയങ്ങളും നമ്മൾ പഠിച്ചു കൈകാര്യം ചെയ്തു. കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും അതിനുവേണ്ടിയാണ് വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. പരമാവധി പരിശ്രമിച്ച് വിഷയങ്ങളെ കൂടുതൽ പഠിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം ലജ്ജയുടെ കർമ്മശാസ്ത്രം എന്നതാണ് ഇന്നത്തെ വിഷയം. അൽ ഹയാഉ മിൻ ശുഅബത്തിൽ ഈമാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹയാ, ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. മുത്തനബി അങ്ങനെ പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാനിന് 70 ചില്ലറ ശാഖകളുണ്ട്. ഈമാനിന് 77 ശാഖകളുണ്ട് എന്ന് മുത്തനബിയുടെ ഹദീസിനെ വ്യാഖ്യാനിച്ച് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഓരോ ശാഖകളെയും ഹദീസുകളുടെ വെളിച്ചത്തിൽ ഓരോ ശാഖകളും 77 ശാഖകളും എണ്ണി എണ്ണി പറയുന്നുമുണ്ട്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാനിന് 77 ശാഖകളാണ്. അതിൽ അഫ്ളലുഹ, അതിൽ ഏറ്റവും മുഖ്യവും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഒന്നാമതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. പിന്നെ അദ്നാഹ ഇമാതത്തുൽ അദാ അനി തരീഖ്. അതിൽ ഏറ്റവും താഴെ നിലനിൽക്കുന്നത് ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുക. യാത്രക്കാർക്കും സഞ്ചാരികൾക്കും ജനങ്ങൾക്കും വഴിയിൽ എന്തൊക്കെ മാർഗ തടസ്സങ്ങളുണ്ടോ, അത് കല്ലും മുള്ളും ചെളിയും ചേറും മാത്രമല്ല, ഏതൊക്കെ തരത്തിൽ വാഹനങ്ങൾക്കോ ജനങ്ങൾക്കോ തടസ്സമുണ്ടെങ്കിൽ ഒരു സേവനം എന്ന നിലയിൽ ആ തടസ്സം നീക്കി യാത്രക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, നടക്കാനും ഏത് യാത്രക്കാർക്കും അത് ഈമാനിന്റെ ഭാഗമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ. ഓരോ വഴികൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഹയാ എന്നത്, ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അപ്പോൾ അതൊരു വിഷയമാണല്ലോ, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹയാത്തുൽ ഖൽബി ഫീഹി ഖുലുഖുൽ ഹയാ. കൽബിന്റെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടതാണ് ഹയാ എന്ന സ്വഭാവം. മനുഷ്യന്റെ കൽബിന് ഒരു ജീവൻ, അതിന്റെ സജീവത, അതിലെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ഹയാ, ലജ്ജ എന്നത്. ഹയാത്തുൽ വജ്ഹി ബിഹയാഇ കമാ അന്നൽ ഹയാത്തുൽ ഗർസ് ബിമാഇ. കൃഷിക്ക് വെള്ളം എങ്ങനെയാണോ ആവശ്യം, സസ്യങ്ങൾക്ക് ചെടികൾക്ക് വെള്ളം എങ്ങനെയാണോ അതിന്റെ വളർച്ചക്കും നിലനിൽപ്പിനും ആവശ്യം എന്നതുപോലെ ഹയാ കൊണ്ടാണ് മനുഷ്യന്റെ മുഖത്തിന്റെ ഹയാത്ത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. മനുഷ്യന്റെ മുഖത്തിന്റെ ഹയാത്ത്, ഹയാത്തുൽ വജ്ഹ്, മുഖത്തിന്റെ ഹയാത്ത്, മുഖത്തിന്റെ സജീവത, അത് ബിഹയാഇ, മുഖത്തിലുള്ള ഹയാ കൊണ്ടാണ് എന്നാണ് മഹാന്മാർ പറയുന്നത്. കൽബിലും, കൽബിന്റെ ഹയാത്തും മുഖത്തിന്റെ ഹയാത്തും രണ്ടിന്റെയും ജീവൻ ഹയാ കൊണ്ടാണ്. വലിഹാദാ കാന ഖുലുഖുൽ ഹയാ. അൽ ഹയാ എന്ന് പറയുന്ന സ്വഭാവം അറബിയിൽ ലജ്ജ എന്നതിന് ഹയാ എന്നാണ് വാക്ക്. അത് മുസ്തഖ് മിനൽ ഹയാത്തിലും പേരുകൊണ്ടും അർത്ഥത്തിലും എല്ലാ നിലയിലും ഇസ്മിലും ഹഖീഖത്തിലും ഹയാത്ത് എന്ന വാക്കിൽ നിന്ന് പഠിക്കപ്പെട്ടതാണ് ഹയാ എന്നത്. അതുകൊണ്ട് കൽബിന് ഹയാത്ത് വേണം, അത് ഹയായിലൂടെയാണ്. മുഖത്തിന് ഹയാത്ത് വേണം, അതും ഹയായിലൂടെയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഫഅക്മലുന്നാസി ഹയാത്തൻ അക്മലുഹും ഹയാഅ. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ഏറ്റവും സജീവതയുള്ള ആളുകൾ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഊർജ്ജസ്വലതയുള്ള ആളുകൾ, ഒരു മനുഷ്യൻ എന്ന് പറയാൻ
നല്ല സജീവമായി നിലനിൽക്കുന്ന മനുഷ്യർ അക്മലും ഹയാ, പരിപൂർണ ലജ്ജയുള്ളവരാണ്. അതുകൊണ്ടാണ് വലിഹാദ ലമ്മാ കാനൽ അംബിയാഉ അക്മലന്നാസി ഹയാതൻ, അംബിയാക്കൾ അവരാണ് ഏറ്റവും പരിപൂർണമായ ഹയാത്തുള്ളവർ. എത്രത്തോളം? അന്ന ഖുവത ഹയാത്തിം, അവരുടെ ഹയാത്തിന്റെ ശക്തി, അംബിയാക്കളുടെ ഹയാത്തിന്റെ ശക്തി, അവർ മരണപ്പെട്ടു പോയാൽ പോലും തംനഉൽ അർള അൻ തുബ്ലിയ അജ്സാമഹും, അവരുടെ ശരീരങ്ങൾ മണ്ണിൽ ലയിച്ചു പോകൂല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരങ്ങളെ അല്ലാഹു ബഹുമാനിച്ചു. പുഴുക്കളോ അല്ലെങ്കിൽ മണ്ണോ തീയോ മറ്റുള്ള നശിപ്പിക്കുന്ന ഒരു വസ്തുവും അംബിയാക്കളുടെ ശരീരങ്ങളെ നശിപ്പിക്കുകയില്ല. അംബിയാക്കളുടെ ശരീരങ്ങൾ മണ്ണിൽ ലയിക്കുകയില്ല. കാരണം അവരുടെ ഹയാത്തിന് അത്ര വലിയ ശക്തിയാണ്. അതിന്റെ ശക്തി കാനു അക്മലന്നാസി ഫീ ഹാദിഹിൽ അഖ്ലാഖ്, ഈ സ്വഭാവങ്ങളിലൊക്കെ അവർ ഏറ്റവും പൂർണ്ണതയുള്ളവരാണ്. ഈമാനിന്റെ സ്വഭാവങ്ങൾ ക്ഷമ, ഹയാ, ലജ്ജ, അങ്ങനെയുള്ള മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിന്റെ സ്വഭാവങ്ങളായി പഠിപ്പിച്ച എല്ലാ സ്വഭാവങ്ങളിലും പരിപൂർണതയുള്ളവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ. അതുകൊണ്ട് അവരുടെ ശരീരത്തിന് പോലും അല്ലാഹു ആ സ്വഭാവങ്ങളിലൂടെ കൊടുത്ത ശക്തി, അവരുടെ ശരീരങ്ങൾ മണ്ണിൽ പോലും ലയിക്കുകയില്ല, പുഴുക്കളരിക്കുകയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് അല്ലാഹു ഉയർത്തിക്കൊടുത്തു. സുമ്മൽ അംസൽ ഉഫൽ അംസൽ, പിന്നെ അവരോടടുത്തവർ അവരോടടുത്തവർ അവരോട് തുല്യമായവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽബിന് കൊടുക്കുന്ന ഹയാത്ത് ശരീരത്തിനും കൊടുക്കുകയാണ്. ഈമാനികമായ മനോഹരമായ സ്വഭാവങ്ങളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അറാഫ് 26-ാമത്തെ ആയത്തിൽ പടച്ച റബ്ബ് പറഞ്ഞു, വലിബാസു തഖ്വാ ദാലിക ഖൈർ, വലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രം അതാണ് വളരെ ഖൈർ. തഖ്വയുടെ വസ്ത്രം അത് വളരെ ഖൈറുള്ളതാണ്. ലിബാസു തഖ്വാ ദാലിക ഖൈർ. ബഹുമാനപ്പെട്ട മഅബദുൽ ജുഹനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലിബാസു തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് അൽ ഹയാ, ഹയാ ആണ്. തഖ്വയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഹയാ ആണ് എന്ന് ബഹുമാനപ്പെട്ട മഅബദുൽ ജുഹനി റളിയല്ലാഹു അൻഹു ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വളരെ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചത്, മനിസ്തഹിയായുമൊക്കെ ഉണ്ടാകും അല്ലേ. ായാൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഒളിയും മറയൊക്കെ വേണം. അപ്പോൾ ലജ്ജയുണ്ടെങ്കിൽ മറകളുണ്ടാകും, ഒളിവുകളുണ്ടാകും. ഒമനിഖ്തഫ, ആ ഒളിവും മറയും ഉണ്ടാകുമ്പോൾ ഇത്തഖ, അവന് തഖ്വയുണ്ടാകും. ഒമനി ഒരാൾക്ക് തഖ്വയുണ്ടായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചത് ഹയാ ആണ് എന്ന് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ ബഹുമാനപ്പെട്ട മഅബദുൽ ജുഹനിയെ പോലെയുള്ള മഹാന്മാര് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലജ്ജയുണ്ടായ ഒളിവും അതുണ്ടാകുമ്പോൾ അവന് തഖ്വയുണ്ടാകും, അവന് വിഖായത്തുണ്ടാകും, അവന് സുരക്ഷിതത്വമുണ്ടാകും. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹയാഉ അഖഫു തഖ്വ, തഖ്വയിൽ ഖഫീഫായതാണ്, തഖ്വയിൽ പെട്ടതാണ്, തഖ്വയിൽ ഖഫീഫായതാണ് ഹയാ, ലജ്ജ എന്നത്. വലാ യഖാഫുൽ അബ്ദു ഹത്താ യസ്തഹി, ഹയാ ഇല്ലാതെ വലാ യഖാഫുൽ അബ്ദു, ഒരടിമക്ക് ഖൗഫ് ഉണ്ടാകൂല, പേടിണ്ടാകൂല, ഹത്താ യസ്തഹി, അവന് ഹയാ ഉണ്ടാകുന്നത് വരെ. പടച്ചോനെ പേടി, ഭയം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിന് ഉണ്ടാകുമെങ്കിൽ അത് ലജ്ജയുണ്ടായാലേ ഉണ്ടാവുകയുള്ളൂ. വഹൽ ദഖല അഹ്ലു തഖ്വ ഫി തഖ്വ ഇല്ലാ മിനൽ ഹയാ, ഹയാ ഇല്ലാതെ തഖ്വയുടെ ആളുകളായിട്ടില്ലല്ലോ.
സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നത് തഖ്വ കൊണ്ടാണ് മുത്തഖീങ്ങൾ അവര് ആ അഹ്ലു തഖ്വയിൽ എത്തിയത് ഹയാ ഉണ്ടായതുകൊണ്ടാണ്. ഹയാ ഇല്ലാതെ ലജ്ജയില്ലാതെ തഖ്വ ഉണ്ടാകൂല, ലജ്ജയില്ലാതെ തഖ്വക്കാരായിട്ടില്ല എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂ അഖബത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, തറക്തു ദുനൂബ ഹയാഅൻ 40 സന, ഞാൻ പാപങ്ങൾ ഒഴിവാക്കിയത് ലജ്ജ കൊണ്ടാണ്, നാണം കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യാതിരുന്നത് 40 കൊല്ലം. ചെറുപ്പകാലം, കൗമാരത്തിന്റെയും യുവത്വത്തിന്റെയും ഒക്കെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ 40 കൊല്ലം വരെ ഞാൻ പാപങ്ങൾ ചെയ്യാതിരുന്നത് ലജ്ജ കൊണ്ടാണ്, ഹയാ കൊണ്ടാണ്. സുമ്മ അതിറക്കനിൽ വറ, പിന്നെയാണ് എനിക്ക് വറ ഉണ്ടായത്, സൂക്ഷ്മതയുണ്ടായത്. പടച്ചവനെ പേടിച്ചുകൊണ്ടുള്ള വറ. ഔലിയാക്കൾ, മഹാന്മാര്, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് വറ കൊണ്ടാണ്, പടച്ചവനെ സൂക്ഷിച്ച് അതിസൂക്ഷ്മത കൊണ്ടാണ്. വറ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മത, ചെറിയ സൂക്ഷ്മതയല്ല, വല്ലാത്ത സൂക്ഷ്മത. വല്ലാത്ത സൂക്ഷ്മത ആ വറവ് കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ഞങ്ങൾ ഹലാലിന്റെ 10ൽ 9 പോലും ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. ഹലാലാണെന്ന് അറിയാം, ഹലാലായ ഒരു കാര്യമാണ് എന്നറിയാം, എന്നാലും 90% ഹലാലിന്റെ 90% ഹലാലായ കാര്യങ്ങളിൽ 10ൽ 9 ഞങ്ങൾ ഒഴിവാക്കുകയാണ് പതിവ്. എന്തിന്? ഹറാമ് വരുമോ എന്ന് പേടിച്ചിട്ട്. അത്ര വലിയ സൂക്ഷ്മത പാലിച്ചിരുന്നു മഹാന്മാർ. ബഹുമാനപ്പെട്ടവരെ പറയുന്നത് 40 കൊല്ലം ഹയാ കാരണത്താൽ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടാണ് പിന്നെ എനിക്ക് വറ ഉണ്ടായത്. അപ്പോൾ തഖ്വയുടെ അടിത്തറയാണ് പരിശുദ്ധമായ ഹയാ എന്ന ഈമാനിക സ്വഭാവം. അതുകൊണ്ട് ഹയാ എല്ലാവർക്കും ഉണ്ടാകണം. കുട്ടികൾക്ക് ഹയാ പഠിപ്പിക്കണം. എല്ലാവർക്കും ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ മുത്തനബി പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ ഖൈറിനെ അല്ലാതെ കൊണ്ടുവരൂല. അൽ ഹയാഉ ഖൈറുൻ കുല്ലു. മറ്റൊരു ഹദീസ്, ഹയാ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഖൈറാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ അതിൽ ഖൈറേ ഉള്ളൂ. ലജ്ജ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഖൈറാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം മഹാനവറുകൾ പറഞ്ഞു, അൽ ഹയാഉ നിളാമുൽ ഈമാൻ. ലജ്ജ എന്നത് ഈമാനിന്റെ കോർവയാണ്. ഈമാൻ കോർത്തിണക്കി, ഈമാനിന്റെ കാര്യങ്ങളൊക്കെ കോർത്തിണക്കി അതിന്റെ കോർവ, അതിന്റെ നിളാം, അത് ഹയാ ആണ്. ഫഇദാ ഇൻഹല്ല നിളാമു, ആ കോർവ പൊട്ടിപ്പോയാൽ, ആ കോർവ പൊട്ടിപ്പോയാൽ ദഹബ മാ ഫീഹി, അതിലുള്ളത് ഈമാനിലുള്ളത് മുഴുവനും പോകും. ഈമാനിന്റെ ഈമാനിക കാര്യങ്ങളെ മുഴുവനും കോർത്തിണക്കിയ അതിന്റെ നിളാം, അതിന്റെ കോർവ, അത് ലജ്ജയാണ്. അപ്പൊ ലജ്ജ അങ്ങ് പൊട്ടിപ്പോയാൽ, ഈ കോർവ അങ്ങ് പൊട്ടിപ്പോയാൽ മുഴുവനും ഈമാനിക കാര്യങ്ങൾ മുഴുവനും ഛിന്ന ഭിന്നമായി പോകും. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുസ് സാഹിദീൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട മാതൃകാ ഭരണാധികാരികളുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ ഉമർ, രണ്ടാം ഉമർ എന്ന് അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ആളുകൾ ഹയാഇനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ദുക്കിറ ഇൻദഹു അൽ ഹയാ, ഹയാഇനെ കുറിച്ച്, ലജ്ജയെ കുറിച്ച് പറയപ്പെട്ടു. ഫഖാലു, അവർ പറഞ്ഞു, അൽ ഹയാഉ മിനദ്ദീൻ എന്ന് പറഞ്ഞു. ഒരാളിങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഹയാ എന്ന ദീനിൽപ്പെട്ടതാണ്. അൽ ഹയാഉ മിനദ്ദീൻ, ഹയാ എന്നത് ദീനിൽപ്പെട്ടതാണ് എന്ന്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അല്ല, ബൽ ഹുവദ്ദീനു കുല്ലു, അങ്ങനെയല്ല, ഹയാ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ദീന്. ഹയാ എന്ന് പറഞ്ഞാൽ ദീനിൽപ്പെട്ടതാണ് എന്നാണ് ഒരാൾ അഭിപ്രായം പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ തിരുത്തി, അല്ല, അങ്ങനെയല്ല, ബൽ ഹയാ എന്ന് പറഞ്ഞാൽ അത് ഹുവദ്ദീനു കുല്ലു, അത് തന്നെയാണ് ദീൻ, അത് തന്നെയാണ് ദീൻ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തിരുത്തി. ഇനി പറയ്, എന്താണ് ഈ ലജ്ജ, എന്താണ് ഈ നാണം, എന്താണ് ഈ ഹയാ?
അല്ലാഹുവിന്റെ റസൂൽ ലജ്ജായത്തിലുണ്ട്. ഒന്ന് തർഫും മിനൽ ഈമാൻ, ഈമാനിയായ ലജ്ജ. മറ്റൊന്ന് വൽ ആഖറു അജ്സ്, ദൗർബല്യം, അശക്തി. അതിൽ ഒന്നാമത്തെ ലജ്ജയെക്കുറിച്ചാണ് മുത്തുനബി ഈമാനിന്റെ ഭാഗമെന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾക്ക് നാണം എന്നത് അത് ഓവറായി, അധികമായി, അത് ഒരു കാര്യത്തിലേക്ക് മുന്നിലേക്ക് വരാതെ എല്ലാത്തിനും പുറകോട്ട് മാറി അവൻ എല്ലാത്തിനും അശക്തനായി, അങ്ങനത്തെ മാനസിക രോഗമായി മാറുന്ന ലജ്ജ, അതിനെക്കുറിച്ച് മുത്തുനബി പരിചയപ്പെടുത്തി. അത് അജ്സാണ്, അത് ദൗർബല്യമാണ്, അത് അശക്തിയാണ്. ഒന്നാമത്തെ ലജ്ജ അൽ ഖുലുഖുല്ലദീ യഹ്സു അലാ ഫിലിൽ ജമീൽ വതർക്കിൽ ഖബീഹ്. ഈമാനികമായ ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങളിലും ആവേശത്തോടെ മുന്നിൽ നിന്ന് നല്ല കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതും വതർക്കിൽ ഖബീഹ്, മോശപ്പെട്ട കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതുമാണ്. അതാണ് ഈമാനികമായ ലജ്ജ. മുത്തുനബി തന്നെ പറഞ്ഞു, എന്താണ് ഹയാ? ഹയാ ഈമാനാണ്, ഹയാ ദീനാണ്, ഹയാ ഈമാനിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ ലജ്ജയെക്കുറിച്ച് മുത്തുനബി പറഞ്ഞു, അത് പ്രേരിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. എന്തിന്? അലാ ഫേലിൽ ജമീൽ വതർക്കിൽ ഖബീഹ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും, ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനും പ്രേരിപ്പിക്കും. എന്നാലോ അജ്സ് എന്ന് പറഞ്ഞാൽ അൽ അജ്സുല്ലദീ യൂജിബു തഖ്സീർ, അതൊരു കുറവാണ്. അത് അജ്സ് എന്ന് പറയുന്ന നാണം അതൊരു കുറവാണ്, ഒരു ദൗർബല്യമാണ്. ഫീ ശൈഇൻ മിൻ ഹുഖൂഖില്ലാഹി ഔ ഹുഖൂഖി ഇബാദി, അത് എല്ലാ കാര്യത്തിലും അല്ലേ, ഒരു കാര്യത്തിനോട് ഇന്ന് പറയടാ, ഞാൻ പറയില്ല. ഏതൊരു കാര്യത്തിനും അതിന് നാണം, ആ നാണം എന്ന് പറഞ്ഞാൽ അശക്തിയാണ്. അത് ചിലപ്പോൾ ദീനിയായ കാര്യത്തിലുണ്ടാവും അല്ലേ, ദീനിയായ ഒരു കാര്യത്തിൽ മുന്നോട്ട് പറയേ അത് എനിക്ക് പറയാൻ നാണ, എനിക്കത് ചെയ്യാന്നാണ്, ഞാൻ കെട്ടില്ല എന്ന് പറഞ്ഞ് അതൊരു അശക്തി, അത് ഗുണമല്ല, അത് മോശമാണ്. ആ ലജ്ജ, ആ നാണം എന്ന് പറഞ്ഞാൽ മോശമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട അല്ലാമ അൽ മുനാവി റഹിമ മഹാനവറുകൾ പറഞ്ഞു, അൽ ഹയാഉ നൗആനി, രണ്ട് നഫ്സാനി വ ഈമാനി. ഒന്ന് മറ്റൊന്ന് ഈമാനിയായ ലജ്ജ. നഫ്സാനി എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഉണ്ടാവണം, അത് മുസ്ലിമിനും മുഅ്മിനും മാത്രം ഉണ്ടാവേണ്ട ഒരു നിലയിൽ എല്ലാവരും എല്ലാവർക്കും മാനുഷികമായി ഉള്ള ഒരു ലസാനിയായ ലജ്ജ എന്ന് പറഞ്ഞാൽ ഏതുപോലെ കൽ ഹയാഇ മിൻ കശ്ഫിൽ ഔറത്തി, ഔറത്ത് വെളിവാകുക, അതൊരു നാണം എല്ലാവർക്കും. ഔറത്ത് വെളിവാകുക എന്ന് പറഞ്ഞാൽ അത് ഓരോ നാട്ടിലെ ഔറത്തിനനുസരിച്ച് അല്ലേ. ഓരോ നാട്ടിലെ അമേരിക്കക്കാരൻ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഓനുള്ള ഔറത്ത്, ആ ഔറത്ത് വെളിവാകുമ്പോൾ അവന് നാണാണ്. നമ്മുടെ ഔറത്തല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാൽത്തുടയുടെ ഭാഗം വെളിവായാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലജ്ജയാണ് അല്ലേ. പക്ഷെ അമേരിക്കക്കാരന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ ഔറത്തൊക്കെ ഒഴിവാക്കി വെളിവാക്കി നടക്കുന്ന വസ്ത്രരീതിയാ. അവൻ മറച്ച ഔറത്ത്, ആ ഔറത്ത് വെളിവാകുമ്പോൾ അവന് നാണാണ്. മനസ്സിലായില്ല? മാനുഷികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ലജ്ജ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഔറത്ത് വെളിവാകുമ്പോൾ ഉള്ള ലജ്ജ, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, എല്ലാ നാട്ടുകാർക്കും ഉണ്ടാവും. അതേപോലെ പരസ്യമായി ഇണചേരുക, മൃഗങ്ങളെപ്പോലെ പരസ്യമായി ഇണചേരുക, അത് മനുഷ്യൻ ചെയ്യാറില്ല. കാരണം അവന് ലജ്ജ എന്ന് പറയുന്ന ഒരു മാനുഷിക സ്വഭാവമുണ്ട്. ഇനി അതും പോകും. അങ്ങനെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമാകുമ്പോൾ റോഡ് വക്കലും വഴിയിൽ പോലും മൃഗങ്ങളെപ്പോലെ വ്യഭിചരിക്കുന്ന കാലം വരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലേ. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളും അങ്ങനെ എത്തിപ്പെടല്ലേ. അമേരിക്കക്കാരന്റെ വേഷത്തിലേക്ക് നമ്മളും എത്തിച്ചേരുകയല്ലേ. ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഒക്കെ വേഷം ഒരു ബർമുഡ എന്ന പേര്, അല്ലെങ്കിൽ അത്ര കാലിന്റെ
ഔറത്ത് എന്ന് പറഞ്ഞ ഒരു പുരുഷന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കളിന്റെ ഇടയിലാണ് നിർബന്ധമായ എപ്പോഴും മറക്കേണ്ട ഔറത്ത്, മറ്റുള്ളവരെ കാണാൻ പാടില്ലാത്ത ഔറത്ത്. ബാക്കിയുള്ളതും ഔറത്തല്ലേ, ബാക്കിയുള്ളതും മറക്കണം, പക്ഷെ നിർബന്ധം മുട്ടപൊക്കൽ വെളിവാകാൻ പോലെ ചിന്തിക്കണം. ന്യായവും പറയാൻ പറ്റൂല, ഹറാമാണ്. ആ ഹറാമിന്റെ പാപം നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തും. അതിന്റെ ശിക്ഷ പരലോകത്ത് വാങ്ങേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് വെളിവായാൽ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ് 3 വട്ടം. യാതൊരു തർക്കവും വേണ്ട. നമ്മൾ ധാരാളം നമ്മുടെ മക്കള്, നമ്മുടെ കുട്ടികള്, നമ്മുടെ പേരക്കുട്ടികള് റോട്ടിലിറങ്ങിയാൽ കാണാറില്ലേ? ഇന്നിപ്പോ ഒരു പുതിയ സംസ്കാരം അങ്ങനെയായി മാറി. വീട്ടിലെത്തിയാൽ സ്വന്തം റൂമിൽ ഒറ്റക്കുള്ള സമയത്ത് പോലും, മഹാന്മാരുടെ രീതി ഖൽവത്തിൽ ഒറ്റക്കായിരുന്ന സമയത്ത് പോലും അവരെ ഔറത്ത് വെളിവാക്കിയിരുന്നില്ല. ഒറ്റക്ക് നമ്മൾ ബാത്റൂമിൽ കുളിക്കുകയാണ്, എന്നാൽ പോലും മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആരും കാണൂല, എന്നാൽ പോലും അത് വെളിവാക്കൽ കറാഹത്താണ്. അവിടെ ഹറാമില്ലെങ്കിലും നമ്മൾ ആരുമില്ലാതെ ബാത്റൂമിൽ ഒറ്റക്ക് കുളിക്കാണ്. ആ സമയത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം വെളിവാക്കിയിട്ടാണ്, ചെറിയൊരു തോർത്തുമുണ്ടൊക്കെ ചുറ്റിയിട്ടാണ് കുളിക്കുന്നതെങ്കിൽ അതിന്റെ വിധി പോലും കറാഹത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. ഹറാമ് വരൂലെങ്കിലും അപ്പോൾ മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ, ഏത് രൂപത്തിൽ, എവിടെയാണെങ്കിലും ഔറത്തിന്റെ ഭാഗം, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം വെളിവാകുന്നത് ഹറാമാണ്. അതിന് ശിക്ഷ ലഭിക്കും. ഒരു തർക്കവും വേണ്ട. നമ്മൾ നമ്മുടെ മക്കളെ തിരുത്തണം, നമ്മുടെ പേരക്കുട്ടികളെ തിരുത്തണം. അവർ മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോഴും സൈക്കിൾ ചവിട്ടുമ്പോഴും അങ്ങാടിയിലേക്ക് പോകുമ്പോഴും എവിടെയാണെങ്കിലും കാൽത്തൊടയുടെ ഒരല്പഭാഗമെങ്കിലും വെളിവാകുന്ന രൂപത്തിൽ പുറത്ത് തെറ്റാണ്, ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. അതെന്നെ വളരെ ഒരു സംശയം, ഒരു ന്യായം അതിൽ പറയാനില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഹുമൈദ് റഹിമഹുല്ലാ എന്ന മഹാനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് കയറി വാതിൽ മുട്ടിയപ്പോൾ അത് സുന്നത്താണ് അല്ലേ? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പോലും ഒന്ന് സലാം പറയുക, സമ്മതം ചോദിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട അദബാണ്. സമ്മതം ചോദിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പൊ ഒരു കോളിംഗ് ബെൽ അടിക്കലെങ്കിലും അല്ലേ? അപ്പോൾ ആരോ പുറത്ത് വന്നിട്ടുണ്ട്, വാതിൽ തുറന്നു കൊടുക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ തലയിൽ മുണ്ടിടാനും അവരൊക്കെ ശരിയാക്കാനും, അല്ലാതെ ഒരു അന്യ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം റൂമിലേക്കാണെങ്കിൽ പോലും പെട്ടെന്ന് വാതിൽ തുറന്നു ചെല്ലുന്നത് അത് നല്ല സ്വഭാവമല്ല എന്നാണ് മുത്തനബി പഠിപ്പിച്ചത്. അന്യ വീട്ടിലേക്കാണെങ്കിൽ അത് തീരെയും പാടില്ല. ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ പരിചയക്കാരും അത് കുടുംബക്കാരും സ്വാതന്ത്ര്യമുള്ളതാണെങ്കിൽ പോലും നേരെ വാതിൽ തുറന്ന് കയറാൻ പാടില്ല. അപ്പോൾ അതിനാണ് സമ്മതം ചോദിക്കുന്നത്. അവർക്ക് അവരുടെ ഔറത്തൊക്കെ വെളിവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഇതാരാ? ബഹുമാനപ്പെട്ട ഹുമൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വീട്ടിലേക്ക് അബൂബക്കർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാ കടന്നു ചെന്നതാണ്. വാതിൽ മുട്ടിയപ്പോൾ മൂപ്പർക്ക് തോന്നി, ഉള്ളെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ തോന്നി, എന്നാ വന്നോളി എന്ന് പറഞ്ഞതാണോ? അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു വാതിൽ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് കയറി. സമ്മതം കിട്ടിയെന്ന് വിചാരിച്ച സത്യത്തിൽ സമ്മതം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ നമ്മളങ്ങനെ ധരിക്കുമല്ലോ. വാതിൽ മുട്ടിയപ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ ഒരു മറുപടി ശബ്ദം കേട്ടപ്പോ തോന്നി, എന്നാ വന്നോളി എന്ന് പറഞ്ഞതാണോ എന്ന് കരുതി മൂപ്പര് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഫദഖല ഫവജദഹു മക്ശൂഫൽ ഫഖ്ദി. ബഹുമാനപ്പെട്ട ഹുമൈദ് റഹിമഹുല്ലാ കാലിന്റെ തൊടയുടെ ഭാഗം വെളിവാക്കിയിരിക്കുകയാണ്. ചിലപ്പോ വല്ല തൈലം തേച്ചിരിക്കായിരിക്കും, മരുന്ന് തേച്ച് കുഴമ്പ് വരട്ടിയിരിക്കായിരിക്കും. കാലിന്റെ തൊടയുടെ ഭാഗം വെളിവായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഇരിക്കുന്നത്. മൂപ്പർ കയറി ഇത് കണ്ടതോടുകൂടെ പെട്ടെന്നത് മറക്കുകയും ചെയ്തു. ഔറത്ത് മറച്ചു, കാലിന്റെ തൊടയുടെ ഭാഗം തുണി കൊണ്ട് മൂടി മറച്ചു. ബക്കൽ ഹുമൈദ് റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവരുണ്ട് കരഞ്ഞു. അപ്പോൾ ചോദിച്ചു, മഹായുബക്കിക്ക് എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, വല്ലാഹി
വല്ലാഹി ലഖദ് നമർത ഇലാ മൗദിൻ, നീ ഇപ്പോൾ എന്റെ ഔറത്തിന്റെ ഭാഗം കണ്ടു. ലം യൻദുറു അഹദൻ മുൻദു അഖൽതു, എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ ഒരാളും എന്റെ ഔറത്തിന്റെ ഭാഗം കണ്ടിട്ടില്ല. ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഔറത്തിന്റെ കാര്യത്തില് എന്റെ ജീവിതത്തിൽ ആദ്യമായി പ്രായപൂർത്തി എത്തിയത് മുതൽ എന്നല്ല, മനസ്സിലാക്കണം. എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ എന്റെ മാതാപിതാക്കൾ എനിക്ക് പഠിപ്പിച്ച അദബ്, ദീൻ എന്നോട് പഠിപ്പിച്ച അദബ്, ഔറത്ത് വെളിവാകാൻ പാടില്ല എന്ന അദബ് ഞാൻ കൃത്യമായി പാലിച്ചിട്ട് ഇന്നേ വരെ എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ ഒരാളും എന്റെ ഔറത്തിന്റെ ഒരു ഭാഗം ഒരൽപ്പം പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്ന ഒരവസ്ഥ വന്നല്ലോ, ഞാനിങ്ങനെ വെളിവാക്കിയിരുന്നത് കൊണ്ടല്ലേ അത് പറ്റിപ്പോയത്, എന്റെ കയ്യിൽ അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുമൈദി റളിയല്ലാഹു അൻഹു കരയുകയാണ്, പേടിച്ച് കരയാണ്. എന്റെ ഔറത്തിന്റെ ഒരു ഭാഗം ഒരാൾ കണ്ടല്ലോ റബ്ബേ. അതാണ് മഹാന്മാർ, അതാണ് അവരുടെ ഹയാ, അതാണ് അവരുടെ ജീവിതത്തിൽ പാലിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു യഹ്യ റഹിമഹുല്ലാഹ്, മഹാനവറുകളുടെ ഖാദിം, അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്തിരുന്ന വേലക്കാരനായ സഹോദരൻ പറഞ്ഞു, ഞാൻ 30 കൊല്ലം മുഹമ്മദ് ഇബ്നു യഹ്യ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. 30 കൊല്ലം രാവും പകലും ബഹുമാനപ്പെട്ടവരുടെ ഖാദിമായി ഞാൻ കഴിഞ്ഞുകൂടിയിട്ട് ഫമാ റഅയ്തു സാഖഹു ഖത്തു, മഹാനവറുകളുടെ കണങ്കാല് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ? കണങ്കാല്, മുട്ടിന്റെ താഴെയുള്ള ഭാഗമാണ് കണങ്കാല്. സാക്ക്, ആ സാക്ക് അന്യര് കണ്ട കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞെരിയാണിയുടെ മുകൾ ഭാഗം, മുട്ടിന്റെ താഴെ, അതിനാണ് കണങ്കാല്, സാക്ക് എന്ന് പറയാ. ആ ഭാഗം മറ്റുള്ളവർ കണ്ടാൽ അത് തെറ്റല്ല, അത് കാണാം, അത് വിരോധമല്ല. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ ആ കണങ്കാല് പോലും ഞാൻ 30 കൊല്ലം രാവും പകലും ഖിദ്മത്ത് ചെയ്തിട്ട് കണ്ടിട്ടില്ല. കാരണം ഔറത്തിന്റെ കാര്യത്തിൽ അത്ര വലിയ സൂക്ഷ്മതയായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു യഹ്യ റളിയല്ലാഹു. 30 കൊല്ലം ഒരാള് രാത്രിയും പകലും ഖാദിമായി കൂടെ നടന്നിട്ട് ഞാൻ മഹാനവറുകളുടെ കണങ്കാല് പോലും കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശംസുദ്ദീനുൽ മഖ്ദസി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുന്തു, എന്റെ സ്വഭാവം, ഇദൻ കശഫ സാഖീ, എന്റെ ഔറത്ത് വെളിവായാൽ എന്നല്ല, എന്റെ കണങ്കാല് വെളിവായാൽ എന്ന് പറഞ്ഞാൽ കണങ്കാലിന്റെ പകുതി വരെ മഹാന്മാരൊക്കെ കൃത്യമായി അത് ആ വേഷവും ബഹുമാനവും ഔറത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതിന്റെ മുകളിലേക്കുള്ള ഭാഗം, കാലിന്റെ തുടയോട് അടുത്തു വരുന്ന ഭാഗം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്നു. മഹാനവറുകൾ പറയാണ്, ആ കണങ്കാലിന്റെ ഭാഗം വെളിവായാൽ അനഫി ഖൽവത്തി, ഞാൻ ഒറ്റക്കായിരിക്കുമ്പോ, മറ്റുള്ളവരുടെ മുന്നിലല്ല, നോക്ക്, ഞാൻ ഒറ്റക്ക്, ആരും കാണാതെ ഞാൻ ഒറ്റക്കുള്ള സമയത്ത് എന്റെ കണങ്കാലിന്റെ ഭാഗമെങ്ങാനും വെളിവായാൽ ഉബാദറുൽ സത്തരി, ഞാൻ പെട്ടെന്നത് മറക്കും. എന്നിട്ട് മഅല്ലിഫാറും പടത്തെ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി, ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ പോലും എന്റെ കണങ്കാല് വെളിവായാൽ ഞാനത് മറച്ചുപോയി ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ശംസുദ്ദീനുൽ മഖ്ദസി റഹിമഹുല്ലാഹ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. നമ്മൾ ചിന്തിക്കണം, അത്ര അവർക്ക് പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന നമ്മുടെ ആഗ്രഹം, ആ സ്വർഗത്തിലേക്ക് നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും കൊണ്ടുപോകണമെന്ന നമ്മളെ ആഗ്രഹം. അപ്പോൾ ഏതൊക്കെയോ പാശ്ചാത്യ സംസ്കാരത്തിൽ, ഏതൊക്കെയോ സിനിമാ സ്റ്റൈലുകളിൽ, എന്നിട്ട് ഈ വൃത്തികെട്ട വേഷവിധാനങ്ങൾ ധരിച്ച് ഹറാം, പച്ച ഹറാമ് ഔറത്ത് വെളിവാക്കി നടക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ അറിയാത്തത് കൊണ്ടാണെങ്കിൽ തിരുത്തണം, അറിയാത്തവർക്ക് തിരുത്തി കൊടുക്കുകയും വേണം. അപ്പോൾ ഷെയ്ഖ് മുനാവി റഹിമഹുല്ലാഹ് പറഞ്ഞ ഹയാ 2 തരത്തിൽ, ഒന്ന് സാധാരണ മാനുഷികമായ ഒരു ഹയാ, മറ്റൊന്ന് ഈമാനികമായ ഹയാ. മാനുഷികമായ ഹയാ എല്ലാവർക്കും ഉണ്ടാകും, അതാണ് വസ്ത്രം വെളിവാകുന്നതിലും അതേപോലെ ഇണചേരലിലും ഒക്കെ മനുഷ്യൻ പാലിക്കുന്ന ഹയാ. രണ്ടാമത്തെ ഹയാ, യംതനിഉൽ മുസ്ലിമു മിൻ ഫീലിൽ മുഹറമി ഖൗഫൻ മിനല്ലാഹ്, അള്ളാനെ പേടിച്ച് ഹറാമുകളിൽ നിന്ന് മുഅ്മിൻ മാറി നിൽക്കുന്ന ഹയാ. അള്ളാന്റെ മുന്നിൽ ഹറാമ് ചെയ്യാനുള്ള നാണം, അതാണ് ഈമാനികമായ ഹയാ. അള്ളാന്റെ മുന്നിൽ
ഹറാമ് ചെയ്യാനുള്ള ലജ്ജ, നാണം, അതാണ് ഈമാനികമായ ഹയാ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് ഖുസ്മൽ ഹയാഉ അലാ അശ്റത്തി ഔജ്, ഹയാ 10 തരത്തിലാണ് എന്ന് പറഞ്ഞു. ലജ്ജ എന്ന് പറഞ്ഞാൽ 10 തരത്തിലാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നു, ലജ്ജ, നാണം എന്നത് 10 തരത്തിലാണ്. 1 ഹയാഉൽ ജിനായ, തെറ്റുകുറ്റങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന നാണം. അതാണ് ഹയാഉ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ വെച്ചുണ്ടായ ഹയാ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യമായ ബഹുമാനപ്പെട്ടവര് ആ മരത്തിലെ പഴം പറിക്കരുത് എന്ന് പറഞ്ഞു, പറിച്ചു, അത് കടിച്ചു. അപ്പോഴേക്ക് അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ഔറത്ത് ഒളിവാക്കി. അതേവരെ ഔറത്ത് ഒളിവാക്കിയിരുന്നില്ല. ആദം നബി നമ്മുടെ ഉപ്പയുടെ അബുൽ ബഷറിന്റെ ഔറത്ത് ഒളിവായപ്പോൾ ഫർഹാരിബൻ ബഹുമാനപ്പെട്ടവരങ്ങോട്ട് ഓടി ഒരു ഓട്ടം. അള്ളാഹ് ചോദിച്ചു, എവിടേക്കാ ഓടുന്നത്? ആ ഫിറാറം മിന്നീ യാ ആദം, ആദമേ എവിടേക്കാണ്, എന്നിൽ നിന്ന് ഓടുകയാണോ? അപ്പോൾ പറഞ്ഞു, പടച്ചോനെ അല്ല, നിന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊന്നുമല്ല, ബൽ ഹയാഅം മിൻക യാ അല്ലാഹ്, നിന്നിലുള്ള നാണമാണ് റബ്ബേ, ലജ്ജയാണ്. ആ ഹയാ എന്ന് പറഞ്ഞാല് ഒരു ജിനായത്ത്, ഒരു കുറ്റം സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു ലജ്ജയാണ്. രണ്ടാമത്തത് ഹയാഉ തഖ്സീർ, വീഴ്ചകൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ ഉള്ള ഹയാ. അത് ഹയാഉൽ മലായിക, മലക്കുകൾ, പടച്ച റബ്ബിന് ധാരാളം ഇബാദത്ത് ചെയ്യുന്ന മലക്കുകൾ അവര് പറയും, അള്ളാഹിനോട് പറയും, പടച്ചവനെ, ഖിയാമത്ത് നാളിൽ ആ മലക്കുകൾ പറയും, സുബ്ഹാനക മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക. സത്യത്തിൽ ആരാ മലക്കുകൾ? നോക്ക്, ഇബാദത്തിന് വേണ്ടി മാത്രം പടക്കപ്പെട്ടവര് ആ മലക്കുകളാണ് റബ്ബിനോട് പറയുന്നത്, പടച്ചവനെ, സുബ്ഹാനക മാ അബദ്നാക, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, മാ അബദ്നാക നിനക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല, ഹഖ്ഖ ഇബാദതിക ഹഖ്ഖായ ഇബാദത്ത് ചെയ്യേണ്ട ഇബാദത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ലേ? അത് ചെയ്യാത്തത് കൊണ്ടല്ല, എന്നാലും എത്ര ചെയ്താലും എത്ര അമല് ചെയ്താലും മുഅ്മിനിന് തോന്നാണ്, ഞാൻ ചെയ്തതൊന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ നോമ്പ് നോറ്റു, തറാവിയെ നിസ്കരിച്ചു, അല്ലേ? നമ്മുടെ തറാവിയെ ഒക്കെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഒക്കെ തീർന്നു പിരിച്ചുവിട്ട് സലാത്തും ചൊല്ലി, അല്ലേ? നേരം വെളുക്കോളം ഫജ്ർ വരെ തറാവിയിലും വിത്റിലും ഒക്കെ കഴിഞ്ഞിരുന്ന മഹാന്മാർ. നമ്മുടെ നോമ്പും നിസ്കാരം മുഅ്മിനിന് തോന്നണം, ഇതൊന്നും അല്ലല്ലോ, പടച്ചവനെ, എന്റെ ഈ നോമ്പ്, ഈ നിസ്കാരം, ഞാൻ ഈ റമളാനില് ഒരു 3 ഖത്തം തീർത്താൽ അതിനെ നമ്മൾ വലിയ കാര്യമായി. ഞാൻ 3 ഖത്താൻ തീർത്തത്, അല്ലേ? മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദുനാ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ റമളാനിലും 60 ഖത്താ തീർക്കാറുള്ളത്. പിന്നെ നമ്മളെന്താ വെൽമത്തരം പറയാനുള്ളത്? 3 ഖത്ത, 10 ഖത്ത, 20 ഖത്തോ അതിൽ പടച്ചോനെ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ റബ്ബേ, ഞാൻ നിനക്ക് ചെയ്യേണ്ട ഇബാദത്ത്. എത്ര ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലിയാലും എന്ത് ചെയ്താലും മുഅ്മിനിനൊരു ഹയാ ഉണ്ടാവണം, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. മലായികത്ത് അവരുടെ ഹയാ ആണത്. ഹയാഉ തഖ്സീർ, കുറവാണ്, ചെയ്തതൊക്കെ കുറവാണ് എന്നുള്ള പടച്ചോന്റെ മുന്നിലേക്ക് ഈ കുറഞ്ഞതുകൊണ്ട് പോണല്ലോ എന്നുള്ള ചിന്തയിൽ വരുന്ന ഹയാ. 3 ഹയാഉൽ ഇജ്ലാൽ, മഹത്വത്തിന്റെ ഹയാ, ഒരു ഗാംഭീര്യത്തിന്റെ ഹയാ. അത് ഹയാഉൻ അലാ ഹസ്ബി മഅരിഫത്തുൽ അബ്ദി ബിറബ്ബി, അല്ലാഹുവിനെ, റബ്ബിനെ ഒരു അബ്ദ് അറിയുമ്പോൾ മഅരിഫത്തിൽ ഉണ്ടാകുന്ന ഒരു ഹയാ ആണത്.
റബ്ബിനെ അള്ളാനെ ഒരടിമ എത്രത്തോളം അറിയുന്നുവോ, എത്രത്തോളം അള്ളാനെ അറിയുന്നുവോ, അള്ളാനോട് അടുക്കുന്നുവോ, അപ്പോൾ ഉണ്ടാകുന്ന പടച്ചോന്റെ മുന്നിൽ നമ്മളാരാ അല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരാളിലെ നമ്മളൊരു സൃഷ്ടി, ഒരു മഹാൻ, ഒരു വലിയ മഹാനായ നേതാവ്, ഒരു തങ്ങള്, ഒരു മഹാന്റെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന അച്ചടക്കവും ബഹുമാനമൊക്കെ ഉണ്ട്. അത് ആ മഹത്വം അറിയുമ്പോഴാ. പത്തിപ്പറ്റ ഉസ്താദ് വന്നാൽ നമ്മളൊക്കെ ബഹുമാനിക്കും. നമ്മളൊരു ചെറിയ കുട്ടിനെ കൂട്ടി, ആ കുട്ടിക്ക് അതൊന്നും അറിയില്ല. ഇപ്പൊ എന്താ ഒരു അന്തമൊയിലേര് ഇല്ലേ? അത്രേ പറയാം കുട്ടിക്ക്. കാരണം കുട്ടിക്കത് അറിയൂല, ഇതാരാ എന്താ ഇദ്ദേഹത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയൂല. നമുക്കറിയാം ആരാന്നറിയാം. ബഹുമാനപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത് നല്ല രസമുള്ള ശബ്ദ, എന്താ വയല്, അല്ലെങ്കിൽ എന്താ മൂപ്പര ദുആ, ഈ ഒച്ചയോ അതിന്റെ ശൈലിയോ രീതിയോ ഒന്നും കേട്ടിട്ടല്ല ബഹുമാനപ്പെട്ട ശൈഖിനെ നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്നത്. കാണാനുള്ള ഭംഗിയല്ല, പക്ഷെ ബഹുമാനപ്പെട്ട ഒരു മഹാനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ മുന്നിൽ അദബ്, ബഹുമാനം, ആദരവ്, ഇത് ആ ഒരു ലജ്ജ, ഇത് അള്ളാനെ അറിയുമ്പോൾ അപ്പോൾ അതിനപ്പുറമാണ്. നമുക്കിപ്പോ അള്ളാനെ അറിയാം. നമ്മൾ പറഞ്ഞല്ലോ, ഏത് തെമ്മാടിക്കോ അള്ള ഉണ്ടെന്ന് അറിയാം, അള്ളയാണ് പടച്ചതെന്ന് അറിയാം, അള്ളയാണ് മരിപ്പിക്കാന്ന് അറിയാം, അള്ള സ്വർഗം ഉണ്ടാക്കിയെന്ന് ഒക്കെ അറിയാം, ഏത് കള്ളുടിയെന്നും അറിയാം, വിചാരിക്കും അറിയാം. ആ അറിവല്ല, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ പടച്ച റബ്ബിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടുള്ള അള്ളാന്റെ മുന്നിലുള്ള ഹയാ, അതാണ് ഹയാ ഉൽ ഇജ്ലാൽ. 4 ഹയാ ഉൽ കറം, മാന്യതയുടെ ലജ്ജ, മാന്യതയുടെ ഹയാ. അതിന് ഉദാഹരണം മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്, കഹയാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖൗമിൽ ലദീന ദഅഹും ഇലാ വലീമത്തി സൈനബ് റളിയല്ലാഹു അൻഹ. മുത്തനബിയുടെ മോള് സൈനബ് ബീവിയുടെ കല്യാണം ഉണ്ടായി. കല്യാണത്തിന്റെ തക്കാരുണ്ടാക്കി, വലീമത്ത് സൽക്കാരുണ്ടാക്കി, ആളുകളൊക്കെ ക്ഷണിച്ചു, ആളുകൾ വന്നു, ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ടും പിന്നെ ഈ വന്ന ചങ്ങായിമാര് തവ്വൽ ജുലൂസ ഇൻദഹു, മുത്തനബിയുടെ വീട്ടിൽ അവിടെ തന്നെ ചുറ്റിപ്പറ്റി അവിടെ ഇങ്ങനെ ഇരിക്കുക. സത്യത്തിൽ അള്ളാന്റെ റസൂലിന് ആഗ്രഹമുണ്ട്, എന്ത്, ഇവരോടൊന്ന് നീച്ചു പോകാൻ പറയും അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വിരുന്നിനും ഒരു സൽക്കാരത്തിനും നമ്മൾ ക്ഷണിച്ച് ചെന്നാൽ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് നമ്മളെ തടി സലാമത്താക്കാം. പിന്നെ അവിടെ ഇരിക്കേണ്ട ഒരവസ്ഥയാണെങ്കിൽ ഇരിക്കലാണ് അയാളുടെ താല്പര്യം, അല്ലെങ്കിൽ വീട്ടുകാരനെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെയാണ് തിരക്കിടില്ല. അല്ലാതെ ഓനെ പിന്നെ ഇടങ്ങറാക്കി നമ്മളിങ്ങനെ ഇരിക്കുക, സൊറയും പറഞ്ഞു ഒല്ല അടങ്ങറാക്ക. എന്നാ ഇവര് മനസ്സിന് വിചാരിക്കണ്ടാവും, ഇവറ്റങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാറുന്നു അല്ലേ? ചിലപ്പോ വീട്ടുകാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ പോയിട്ട് വേണം പിന്നെ അവർക്കൊന്ന് സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാൻ, അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് തിരിയാൻ. നമ്മളവിടെ അങ്ങനെ അവർക്ക് ശല്യ. ഇതേപോലെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മുത്തുനബിയുടെ വീട്ടില് ആളുകള് സഹാബികളാ, മഹാന്മാരാ, അവര് ചെന്നിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരും അങ്ങനെ ഇരുന്ന് സ്വറച്ചിരിക്കുമ്പോ മുത്തുനബിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഒന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറയാൻ. പക്ഷേ അള്ളാന്റെ റസൂൽ വസ്തഹിയ അൻ യഖൂല ലഹും ഇൻസരിഫു, നിങ്ങളൊക്കെ പൊയ്ക്കോളി എന്ന് പറയാൻ. ഈ ബഹുമാനത്തിൽ തന്നെ എന്നാ പിന്നെ ഇനിയിപ്പോ നിങ്ങൾ എന്നാ വരിക അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ ഒരു വർത്താനം. നേരങ്ങൾ പോയിക്കോളി എന്ന് പറയാതെ ഉസ്താദ് ചെലവിന് വന്നപ്പോ എന്നാ ഉസ്താദ് ഇനിയിപ്പോ നിങ്ങൾ എന്നാ വരിക, അപ്പൊ തന്നെ ഉസ്താദിന് മനസ്സിലാവും ഇത് ഇന്നെ പോയിക്കോളി എന്ന് പറയലാണ് അല്ലേ? അല്ലെങ്കിൽ ചിലവർ പറയും ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ദ്വയർക്കല്ലേ അറിയും, ആര് വീട്ടുകാർ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ദ്വയർന്നു പോയില്ലൊരു വേഗം പോയിക്കോളിന്നാ. അപ്പൊ അങ്ങനെ വളഞ്ഞ വർത്താനം കൂടിയല്ല, അതൊന്നും പറയാൻ മുത്തുനബിക്ക് നാണം. അള്ളാന്റെ റസൂലിന് അതൊരു മാന്യതയുടെ ഹയാ ആണ്. ഞങ്ങൾ പൊയ്ക്കോളെന്ന് പറയാൻ, അവരുടെ മുന്നിൽ അത് പറയാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല. അത് ഹയാ ഉൽ കറം. 5 ഹയാ ഉൽ ഹിഷ്മ കഹയാഇ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അൻ യസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മദി ലിമകാനി ഇബ്നതിഹി മിൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയോട് ഒരു സംശയം ചോദിക്കണം എന്നുണ്ട്, പക്ഷെ ചോദിച്ചില്ല. എന്താ സംശയം? മദീനെ കുറിച്ചാണ് അല്ലേ? എന്ന് പറഞ്ഞാല് ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് സ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനീയ് പുറപ്പെടുന്നതിന് മുമ്പ് വരുന്ന ഒരു വികാരമുള്ള അവസ്ഥയിൽ വരുന്ന ഒരു ദ്രാവകമാണ് മദീ. ആ മദീ നജസാണ്, മനീയ് നജസ് അല്ലതാനും. അങ്ങനെയല്ലോ ഹുക്കം നിയമം, മുത്തനബി പഠിപ്പിച്ച നിയമം അങ്ങനെ. മനീയ് എന്ന് പറഞ്ഞാൽ നജസ് അല്ല, പക്ഷെ മനീയിന് മുമ്പ് പുറപ്പെടുന്ന ആ ഒരു ദ്രാവകം അത് നജസാണ്, അത് മദിയാണ്. മദിയും വദിയും ഉണ്ട്.
മതിയും രണ്ടുണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ചില ആളുകൾക്ക് വികാരമുള്ള സമയത്ത് പുറപ്പെടുന്നതാണ് ഇത് ചിലപ്പോൾ ഭാരം ചുമക്കുമ്പോഴൊക്കെ അങ്ങനെ വികാരമുള്ള സമയത്തൊന്നല്ല, അല്ലാതെ തന്നെ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നതിന് മുമ്പോ ഒക്കെ ചിലപ്പോൾ ഒരു ചെറിയ ഒരു കൊഴുത്ത ദ്രാവകം വരും. അത് നജസാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മദീനെ കുറിച്ച് മുത്തുനബിയോട് ചോദിക്കണം എന്നുണ്ട്, പക്ഷെ ചോദിച്ചില്ല. എന്തേ കാരണം? എന്ത് സംശയമാണ് മുത്തുനബിയോട് ചോദിക്കുക? അത് ചോദിക്കാതിരിക്കാൻ കാരണം, ബഹുമാനപ്പെട്ടവര് അത് ചോദിക്കാതിരിക്കാൻ കാരണം ലി മക്കാൻ ഇബ്നതിഹി മിൻഹു, ഞാൻ ആരാ? മുത്തുനബിയുടെ മരുവനാണല്ലോ, ഫാത്തിമ ബീവിയെ കെട്ടിയ മരുവനാ. ആ നിലക്ക് മുത്തുനബിയോട് ചോദിക്കാൻ മടി, അപ്പൊ ചോദിച്ചില്ല, വേറെ ആളുകളെ കൊണ്ട് ചോദിപ്പിച്ചു. അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ചിലപ്പോ തുണക്കാർ തമ്മിൽ പറയുന്ന കാര്യം വാപ്പി മകനും പറയൂല അല്ലേ? അത് അമ്മോശനോട് പറയൂല, അത് മക്കളോട് പറയൂല, കൂട്ടുകാരോട് പറയുന്ന കാര്യം അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലജ്ജ, ഒരു ഹയാ, ആ ഹയാ ആണ് ഹിസ്മ. അഞ്ചാമത്തത്, ഞാനൊരു താഴ്ന്നോനാ, ഞാന് വളരെ തരം താഴ്ന്നോനാ, ഞാൻ അതിനൊന്നും യോഗ്യനല്ല. ഇത് നല്ലതും ഗുണത്തിലുണ്ട്. മഹാന്മാര് പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറഞ്ഞു, കഹയായിൽ അബ്ദി മിൻ റബ്ബിഹി ഹീന യസ്അലു ഹവായിജു, അല്ലാഹുവിനോട് ആവശ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു അബ്ദിനുണ്ടാകുന്ന ലജ്ജ. ഞാനിപ്പോ എങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കാം? ഞാൻ തെറ്റ് ചെയ്തോനല്ലേ? ഞാൻ എല്ലാ തമ്മാടിത്തരം ചെയ്ത് ജീവിക്കണോനല്ലേ? ഈ തെറ്റ് ചെയ്ത ഈ പാപി എങ്ങനെ പടച്ചവനോട് അത് ചോദിക്കേണ്ട ആവശ്യങ്ങൾ ചോദിക്കുക എന്ന് ഒരടിമക്ക് തോന്നുന്ന ഒരു ഈ നിന്ദ്യതയുടെ ഒരു തരം താഴ്ന്ന് ഉള്ള ഞാൻ എങ്ങനെ ചോദിക്കുക പടച്ചവനോട് എന്ന് ഉള്ള ആ ഒരു ലജ്ജ. 7 ഹയാ ഉൽ മഹബ്ബ, ഹുബിന്റെ മഹബത്തിന്റെ ലജ്ജയാണ്. അത് ഹയാ ഉൽ മുഹിബ്ബി മിൻ മഹബൂബി, ഏതുപോലെ മഹബൂബിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു ചിന്ത ചിന്തിച്ചപ്പോൾ ഉണ്ടാവുന്ന ഒരു ലജ്ജ. നമ്മൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ഒരാള് അല്ലേ? ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലാവട്ടെ, വാപ്പാനെ ഇഷ്ടപ്പെടുന്നു, ഉമ്മാനെ ഇഷ്ടപ്പെടുന്നു, ഉമ്മാനെ ഇഷ്ടപ്പെടുന്നു, വാപ്പാനെ ഇഷ്ടം. അപ്പൊ ഉമ്മാനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലാത്തൊരു ചിന്ത മനസ്സിലാണ്ട് വന്നു. ഉമ്മാനെ നല്ല ഇഷ്ടപ്പെടുന്നു, ഉമ്മാനെ ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടുള്ള ഇഷ്ടം മറ്റൊരു നിലക്കാണ്. ആരാണോ മഹബൂബ്, ആ മഹബൂബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു ചിന്ത മനസ്സിൽ വന്നു. അപ്പൊ പെട്ടെന്ന് അതിലൊരു നാണം വന്നു, ഒരു ലജ്ജ വന്നു. അതങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ആരോടും പറഞ്ഞിട്ടോ ഒന്നുമല്ല. അപ്പോൾ ആ ഹുബ്ബുള്ള കാര്യം, മഹബത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ലജ്ജ, അതാണ് 7. 8 ഹയാ ഉൽ ഉബൂദിയ, ഉബൂദിയത്തിന്റെ ലജ്ജ. ഹയാ മിൻ മഹബ്ബത്തിൻ വ ഖൗഫിൻ, അത് ഹുബ്ബും ഖൗഫും രണ്ടും ഉണ്ടാകുന്ന ഒരു ലജ്ജയാണ്. നമ്മളൊക്കെ പടച്ച റബ്ബിന്റെ അടിമകളാണ്. ഏതുപോലെ കഅദമി സ്വലാഹി ഉബൂദിയത്തി, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്തത് എന്തായിട്ടില്ല, നന്നായിട്ടില്ല. ഉബൂദിയത്തിൽ ഉണ്ടാകുന്ന നമ്മൾ അടിമകളാണ്, അല്ലാഹ്ക്ക് അടിമത്വത്തിന്റെ ആളുകളാണ്. ഉടമയുടെ മുന്നിൽ അടിമ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യേണ്ടത് നന്നായി ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജ, ഒരു നാണം. 9 ഹയാഉ ശറഫി വൽ ഇസ്സ, ഇസ്സത്തിലും ശറഫിലും ബഹുമാന്യതയിലും മാന്യതയിലും പ്രതാപത്തിലും ഉണ്ടാകുന്ന ലജ്ജ. ഏതുപോലെ ഫഇന്നഹു യസ്തഹി മഅ ബദ്നി വ അതായി ഹയാഅ ശറഫി നഫ്സിൻ വ ഇസ്സത്തിൻ ഇദാ കാന ദൂന ഖദരി. ചില ആളുകൾക്ക് ഉണ്ടാവും അങ്ങനെ, അതായത് അയാൾ അങ്ങനെ കൊടുക്കും, ധാരാളം കൊടുക്കും. റമദാനൊക്കെ ആയാ പറയും വേണ്ട, ആളുകൾക്കൊക്കെ കൊടുക്കും. എന്നാലും മൂപ്പർക്ക് ഒരു ലജ്ജയാണ്, ഞാൻ കൊടുത്തത് അണ്ട് പോരല്ലോ, കൊടുത്തത് മതിയായില്ലല്ലോ അല്ലേ? കിട്ടിയ ആൾക്ക് ചിലപ്പോ 1000 കിട്ടിയത് തന്നെ വലിയതായിരിക്കും, പക്ഷെ ഇവർക്ക് കൊടുത്ത ആൾക്ക് എനിക്കൊരു 5000 കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ? പള്ളിക്ക് സംഭാവന കൊടുത്തപ്പോൾ വലിയ സംഭാവന തന്നെ കൊടുത്ത്, പക്ഷെ എന്നാലും ഞാൻ കൊടുക്കേണ്ടതായിരുന്നല്ലോ അല്ലേ? ഞാൻ സത്യത്തിലുള്ളവനാണല്ലോ, ഞാൻ കൊടുത്തത് ഒരു മോശമായല്ലോ. കൊടുത്തത് 1 ലക്ഷം 10 ലക്ഷോ അല്ലെങ്കിൽ ഇനി 50 ലക്ഷോ കൊടുത്തു, എന്നാലും ഇവ അതിനേക്കാൾ വലിയ ആളാ. അപ്പൊ അവന് പിന്നെയും ഒരു ലജ്ജ വരിക, സത്യത്തിൽ ഞാന് അത്ര അല്ലല്ലോ, അതിനേക്കാൾ കൊടുക്കേണ്ടവനാണല്ലോ. കൊടുക്കുന്നുണ്ട് ധാരാളം, എന്നാലും
അത് ഒരു ഷറഫ്, ഒരു ഇസ്സത്ത് അതിലുണ്ടാകുന്ന ഒരു ലജ്ജയാണ്. 10ാമത്തത് ഹയാഉൽ മർഇ മിൻ നഫ്സി, മറ്റുള്ളവരുടെ കാര്യത്തിലോ അമലുകളുടെ കാര്യത്തിലോ ഒന്നുമല്ല, സ്വന്തത്തിന്റെ കാര്യത്തിൽ മനുഷ്യന് തോന്നുന്ന ഒരു ലജ്ജ. ആ ലജ്ജ ഉണ്ടാകുമ്പോഴാണ് ഖനാഅത്ത് എന്ന സ്വഭാവം ഉണ്ടാകുക. മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാ, അല്ലെ, ഒന്നുമില്ല, ഒരു പരാതിയില്ല, ഒരു മാന്യത, അങ്ങേയറ്റത്തെ സ്വയം തോന്നുന്ന ഒരു മനുഷ്യന് തോന്നുന്ന ഒരു ലജ്ജ, ഇതാണ് 10ാമത്തത്. അങ്ങനെ 10 തരത്തിലാണ് ലജ്ജ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. ലജ്ജ ഇല്ലാതായാലോ ഹയാ ഇല്ലാതായാലോ വലിയ അപകടമാണ്. ഇദാ ഖല്ല മാഉൽ വജ്ഹി ഖല്ലാ ഹയാഉഹു വലാ ഖൈറ ഫീ വജ്ഹിൻ ഇദാ ഖല്ല മാഉഹു ഹയാഉക ഫഹ്ഫദുഹു عليك فإنما يدل على وجه الكريم حياؤه. മുഖത്തിന്റെ വെള്ളം കുറഞ്ഞാൽ ലജ്ജ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മുഖത്തിന്റെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. നാണം എന്നത് മനുഷ്യന്റെ മുഖത്ത് തന്നെ കാണേണ്ട ഒരു സ്വഭാവമാണ്. അത് കുറഞ്ഞാൽ വലാ ഖൈറ ഫീ വജ്ഹിൻ ഇദാ ഖല്ല മാഉഹു, മുഖത്തിന്റെ വെള്ളം വറ്റിപ്പോയാൽ പിന്നെ ഒരു ഖൈറുമില്ലല്ലോ. ഹയാഉക ഫഹ്ഫദുഹു അലൈക ഫഇന്നമാ യദുല്ലു അലാ വജ്ഹിൽ കരീമി ഹയാഉഹു. അതുകൊണ്ട് നിന്റെ ലജ്ജ എന്ന സ്വഭാവത്തെ നീ സൂക്ഷിക്കണം. കാരണം ഒരു മാന്യന്റെ മുഖത്ത്, ഒരു മാന്യന്റെ മനുഷ്യൻ മാന്യതയുള്ളവനാണെങ്കിൽ അവന്റെ മുഖത്ത് കാണേണ്ടതാണ് ഹയാ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, മാ ആഖബല്ലാഹു തആല ഖൽബൻ ബിഅശദ്ദ മിൻ അൻ യസ്ലുബ മിൻഹുൽ ഹയാ. ഒരു മനുഷ്യന്റെ ഖൽബിനെ അല്ലാഹു പരീക്ഷിക്കുകയാണെങ്കിൽ, ശിക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് ഹയാഇനെ ഊരിക്കളയുക എന്നത്. മനുഷ്യന്റെ ഖൽബിനെ അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് മനുഷ്യന്റെ ഖൽബിൽ നിന്ന് ഹയാ എന്ന് പറയുന്ന സ്വഭാവം ഊരിക്കളയുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഹലാക, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരു അടിമയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നദാ മിൻഹുൽ ഹയാ, അവരിൽ നിന്ന് ഹയാനെ ഊരിക്കളയാ ചെയ്യുക. അല്ലാഹു ഒരാളെ, ഒരടിമയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മാനത്തുനിന്ന് ഇടുത്തിയിറക്കല്ല, ഓനെ ആക്സിഡന്റിൽ കൊല്ലല്ല, വണ്ടിടിച്ച് കൊല്ലല്ല, അവനെ മിന്നലേറ്റ് മരിക്കല്ല, പാമ്പ് കടിച്ച് മരിക്കലൊന്നുമല്ല. ഒരാളെ, ഒരടിമയെ അല്ലാഹു നശിപ്പിക്കാൻ ഹയാ, ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം അങ്ങോട്ട് ഊരിയെടുക്കും. ഫഇദാ നദഅ മിനുൽ ഹയാ, ഹയാണ്ട് ഊരിയെടുത്തു കഴിഞ്ഞാലോ ലം തൽഖി ഇല്ലാ മഖീതം മുമഖത, അവൻ കോപിക്കപ്പെട്ടവനായി, അവൻ അല്ലാഹുവിന്റെ കോപം ഇറങ്ങിയവനായി. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറഞ്ഞു ഇതേ ആശയം തന്നെ, ഇദാ അബ്ഗളല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരു അടിമയോട് ദേഷ്യപ്പെട്ടാൽ നസാ മിൻഹുൽ ഹയാ, ലജ്ജയെ ഊരിയെടുക്കും. ഫൈദാ നസാ മിൻഹുൽ ഹയാ, ലജ്ജയെ ഊരിയെടുത്തു കഴിഞ്ഞാൽ ലം തൽഖി ഇല്ലാ ബഗീലം മുബഗള, അവൻ പടച്ചറബിന്റെ കോപം ബാധിച്ചവനായി. ഫൈദാ കാന ബഗീലം മുബഗള, അവൻ പടച്ചറബിന്റെ ദ്വേഷം ഊരപ്പെട്ടവനായാൽ, അള്ളാന്റെ ദേഷ്യം കിട്ടപ്പെട്ടവനായാൽ നസാ മിനുൽ അമാന, അമാനത്ത് അവനിൽ നിന്ന് ഊരപ്പെടും. ഫൈദാ നസാ മിൻ
മിൻഹുൽ അമാന, അമാനത്തിനെ ഊരിക്കളഞ്ഞാൽ നസാ മിൻഹുർ റഹ്മ, അള്ളാന്റെ കാരുണ്യത്തെ അവൻ ഊരിക്കളയും. ഫൈദാ നസാ മിൻഹുർ റഹ്മ, കാരുണ്യത്തെ പടച്ചറബ് ഊരിക്കളഞ്ഞാൽ നസാ മിൻഹു റിബ്ഖത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പിടുത്തം, ഇസ്ലാമിന്റെ ചങ്ങല, ഇസ്ലാമിന്റെ നിയന്ത്രണം അവനിൽ നിന്ന് ഊരിക്കളയും. ഫൈദാ നസാ മിൻഹു റിബ്ഖത്തുൽ ഇസ്ലാം, ഇസ്ലാമിയത്ത് തന്നെ ഊരിക്കളഞ്ഞാൽ ലം തൽഖി ഇല്ലാ ശൈത്താനം മരീദൻ ലഈനാ, അവൻ ശൈത്താനായി മാറും എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ശൈത്താനാവുക അല്ലേ? മനുഷ്യൻ തന്നെ എന്താവുക? ശൈത്താനാവുക. കാസിം ഉസ്താദ് പറഞ്ഞല്ലോ, റമദാനായിട്ട് ശൈത്താന്മാരൊക്കെ കെട്ടിട്ടു, എന്നിട്ടും തെറ്റ് ചെയ്യാണ്. എന്തേ കാരണം? നമ്മൾ തന്നെ ശൈത്താന്മാരാണ്. മിനൽ ജിന്നത്തി വന്നാസ്, ശൈത്താൻ മനുഷ്യരുടെ കൂട്ടത്തിലും ഉണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് മനുഷ്യൻ ശൈത്താനാവുക? മനുഷ്യൻ ശൈത്താനാവാ സാധാരണ ഒരു ശൈത്താനല്ല, മരീദും ലഈനുമായ ശപിക്കപ്പെട്ടവൻ, ഏറ്റവും വൃത്തികെട്ടവൻ, ഒരു പിശാചായി മനുഷ്യൻ മാറുക. എന്തേ? അള്ളാഹ് അവനോട് ദേഷ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട ഹയാ ഉണ്ടില്ല, അതാവും. ഒരു നാണോ മാനോ അല്ലാത്ത മനുഷ്യൻ എന്ന് പറയില്ല നമ്മൾ. ഒന്നിനാത്തരം പോകുന്ന ഒരു നാണോ മാനോ അല്ലാത്തൊരു മനുഷ്യൻ. എന്തിനാ ഓനെ പറ്റാം? കാരണം അള്ളാഹു ഹയാ അങ്ങോട്ട് ഊരിക്കളഞ്ഞു. ഹയാ ഊരിക്കളഞ്ഞാലോ പിന്നെ അവൻ പടച്ച റബ്ബിന്റെ കോപം ബാധിച്ചവനെ. കോപം ബാധിച്ചാലോ അമാനത്ത് അവനിൽ നിന്ന്, വിശ്വസ്തത അവനിൽ നിന്ന് ഊരപ്പെട്ടു. അത് ഊരപ്പെട്ടാലോ റഹ്മത്ത്, കാരുണ്യം അതും ഊരപ്പെടും. അത് ഊരപ്പെട്ടാലോ ഇസ്ലാമിയത്തന്നെ ഊരും. അള്ളാന്റെ റഹ്മത്ത് വളരെ വലുതാണ്. അള്ളാഹു നിലനിർത്തട്ടെ. ഈ റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ ചോദിക്കുക, പടച്ചവനെ റഹ്മത്ത് ചെയ്യും. എന്താ റഹ്മത്ത്? ഇതൊക്കെ റഹ്മത്ത് തന്നെ. നമുക്ക് ഇസ്ലാമിയത്ത് കിട്ടിയതും റഹ്മത്താണ്. നമുക്ക് ഈ നല്ല സ്വഭാവങ്ങളൊക്കെ കിട്ടിയതൊക്കെ റബ്ബിന്റെ റഹ്മത്താണ്. പടച്ചവനെ ഒരു റഹ്മത്തും ഇല്ലാന്ന് നമ്മൾ പറയും. നമ്മളെ റഹ്മത്ത് എന്താ? ഗാന്ധിത്തല. പൊന്നാര മൊയിലേരെ ഒരു റഹ്മത്തും ഇല്ല, ഒരു വർക്കത്തും ഇല്ല. റഹ്മത്ത് പറഞ്ഞാൽ 1000ന്റെ നോട്ടും, വർക്കത്ത് പറഞ്ഞാൽ 500ന്റെ നോട്ടും. ഇതാണ് നമ്മളെ റഹ്മത്തും വർക്കത്തും. ഇതല്ലല്ലോ റഹ്മത്തും ബർക്കത്തും. ഇതാ ഏറ്റവും വലിയ റഹ്മത്താണ്. അള്ളാഹു നമുക്ക് ഇസ്ലാം തന്നു, മുസ്ലിങ്ങളാക്കി, മുഅ്മിനീങ്ങളാക്കി, നല്ല സ്വഭാവങ്ങൾ തന്നു. ഇതൊക്കെ എല്ലാ മേഖലയിലും റബ്ബിന്റെ റഹ്മത്തുണ്ടാവണം. അവസാനം നമുക്ക് സ്വർഗം കിട്ടുന്നതും അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ ഇസ്ലാമിയത്തും അവന് തന്നെ ഊരിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആരായി? ശൈത്താനായി. ശൈത്താനും മരീദായി, ശൈത്താനും ലഈനായി. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മഹാന്മാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, അവരൊക്കെ വലിയ ഹയാ ഉള്ളവരായിരുന്നു. മഹാനായ ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാഹു ലില്ലാഹി ഇബാദൻ, രാജാതിരാജനായ റബ്ബിന് കുറെ പാപങ്ങളെ ഉപരിച്ചത് ഇസ്തിഹ്യാഅം മിൻ കറമി ല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു, എങ്ങനെ നോക്ക് ശ്രദ്ധിക്കണേ. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു മഹാനെ കുറിച്ച് പറഞ്ഞു, മൂപ്പര് 40 കൊല്ലം തെറ്റിൽ നിന്ന് മാറി നിന്നത് എന്തുകൊണ്ടാണ്? ഹയാ കൊണ്ടാണ്. പിന്നെയാണ് എന്തുണ്ടായത്? വറ ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഒരു വിഭാഗം ആളുകൾ അവര് പാപങ്ങളെ ഒഴിവാക്കി. എങ്ങനെ? പടച്ചോനെ പേടിച്ചിട്ട്, അള്ളാന്റെ ശിക്ഷയെ പേടിച്ചിട്ട്. അള്ളാന്റെ ശിക്ഷയെ പേടിച്ച് പാപങ്ങൾ ഒഴിവാക്കിയ ആളുകൾ, ആ ആളുകള് പിന്നെ പാപം ഒഴിവാക്കുന്നത് ലജ്ജ കൊണ്ടാണ്, നാണം കൊണ്ടാണ്. എങ്ങനെ? നേരത്തെ പറഞ്ഞതിന് നേരെ തിരിച്ച്. നേരത്തെ പറഞ്ഞു ചെറുപ്പക്കാരനാ, കൗമാരക്കാരനാ, യുവാവാ, എന്നാലും തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്തേ? അത് സമൂഹത്തിൽ ഓന്റെ നാണം കൊണ്ട്, ലജ്ജ കൊണ്ട്, അല്ലാതെ പടച്ചോനെ പേടിച്ചിട്ടോ ശിക്ഷ പേടിച്ചിട്ടൊന്നല്ല. മനുഷ്യന്റെ സ്വഭാവം. തെറ്റ് ചെയ്യാത്ത മറ്റുള്ള മതക്കാരില്ലേ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവരുണ്ടാവും. എന്നാൽ തെറ്റ് എന്ന് വ്യഭിചരിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, കൊലപാതകമല്ല, ഒരു കുറ്റവും പറയില്ല, നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾ. എന്തേ? അത് അവരുടെ ഹയാ എന്ന സ്വഭാവം കൊണ്ടാണ്. പിന്നെ ഈമാനികമായി അത് വറയിലേക്കൊക്കെ എത്തിച്ചേരാം. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല, നേരെ തിരിച്ച്. എന്തുകൊണ്ട് തെറ്റ് ചെയ്തില്ല? പടച്ചോനെ പേടിച്ചിട്ട്. ഖൗഫ്, ഖശിയത്ത്, അള്ളാനെ പേടിച്ച് തെറ്റിൽ നിന്നൊക്കെ മാറുന്ന മുത്തഖീങ്ങളായി മാറി. എന്നിട്ട് പിന്നെ അവര് തെറ്റിൽ നിന്ന് മാറി ഹയാൻ, ലജ്ജ കാരണത്താൽ. ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു, വലൗ ഖാല ലക, അങ്ങനത്തെ ഒരു പദവിയിലാണ് നീയെങ്കിൽ നിന്നോട് പറയാം,
ഇഅ്മൽ മാ ശിഅ്ത ഫലസ്തു ആഖിദുക ബിദംബിൻ. അല്ലാഹ് നിന്നോട് പറയാ ശിക്ഷിക്കൂല, നീ എന്തും ചെയ്തോ, നിന്നെ ഞാൻ പൊരുത്തപ്പെട്ടു. അല്ലാഹ് പറയാ നമ്മളോട്, നിന്നെ ഞാൻ പൊരുത്തപ്പെട്ടു, നീ എന്തും ചെയ്തോ, നോക്കുന്നു ഇനി എന്ത് തെറ്റും നിനക്ക് ചെയ്യാം, ഞാൻ നിന്നെ ശിക്ഷിക്കൂല എന്ന് അല്ലാഹ് പറഞ്ഞാൽ എന്നാ പിന്നെ സുഖായല്ലോ അല്ലേ. എന്നാലും ഇങ്ങനെ പറഞ്ഞവരില്ലേ, പരിശുദ്ധമായ അഹ്ലുൽ ബദറിന്റെ ദിവസം വരാൻ പോകുന്നു. ബദരീങ്ങളോട് അല്ലാഹ് പറഞ്ഞല്ലോ, ഇഅ്മലൂ മാ ശിഅ്തും. ബദരീങ്ങളോട് പറഞ്ഞു, 313 ബദരീങ്ങളോട് അല്ലാഹ് പറഞ്ഞതാണ്. ഇങ്ങോട്ട് നോക്ക്, ബദരീങ്ങളോട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അത് അല്ലാഹ് പറഞ്ഞു തന്നെയാണ്. ബദരീങ്ങളിൽപ്പെട്ട ഒരാള് ഇനി വ്യഭിചരിച്ചു, അല്ലാഹ് എന്താവൂല, ശിക്ഷിക്കൂല. ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ കള്ളു കുടിച്ചു, അല്ലാഹ് ശിക്ഷിക്കൂല. ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ എന്ത് വലിയ തമ്മാടിത്തരം ദുനിയാവിൽ ചെയ്താലും അള്ളാഹു എന്താവൂല, ശിക്ഷിക്കൂല. കാരണം പടച്ച റബ്ബ് പറഞ്ഞു, ഞാന് നിങ്ങൾക്ക് പുറത്തു തന്നു, ഇനി നിങ്ങൾ വരാൻ പോകുന്ന കാലത്ത് എന്ത് ചെയ്താലും ഞാൻ പുറത്തു തന്നു, നിങ്ങൾ എന്തും ചെയ്തോ, ഇഅ്മലൂ നിങ്ങൾ എന്തും ചെയ്തോളൂ, ഞാൻ നിങ്ങളെ പിടികൂടൂല, നിങ്ങൾ ഉദ്ദേശമൊക്കെ ചെയ്തോളൂ, ഞാൻ പൊരുത്തപ്പെട്ടു തന്നു എന്ന് ബദരീങ്ങളോട് ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു. എന്നിട്ട് ഈ ബദരീങ്ങൾ തെറ്റിയതോ? ഇല്ല. കാരണം അതാണ് മാന്യത, അത് അള്ളാഹ്ക്കും അറിയാം. അവര് ഈ ദറജകൾ കഴിഞ്ഞു കടന്നവരാണ്. അവരോട് ഈ നിങ്ങളോട് തെറ്റ് ചെയ്തോളെന്ന് പറഞ്ഞാൽ അവരെന്താവൂല, തെറ്റ് ചെയ്യൂല. ഇതാണ് നേരത്തെ പറഞ്ഞത് നേരെ തിരിച്ചിട്ടത്. അള്ളാനെ പേടിച്ചുകൊണ്ടാണ് അവർ തെറ്റിൽ നിന്ന് മാറി അള്ളാന്റെ പൊരുത്തം നേടി അവർ മഹാന്മാരായി മാറി. ആ മഹത്വത്തിലെത്തിയപ്പോൾ അള്ളാഹ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തും ചെയ്തോളി, പക്ഷെ അവര് ചെയ്യാൻ തയ്യാറല്ല. എന്നതുപോലെ നീ ആ പദവിയിലേക്ക് എത്തിയാൽ നിന്നോട് അള്ളാഹ് പറയാണ്, നീ എന്തും ചെയ്തോ, ഇഅ്മൽ മാ ശിഅ്ത ഫലസ്തു ആഖിദുക ബിദംബിൻ. നീ ചെയ്ത പാപ തെറ്റിൻ കെണി വെച്ച് ഇബ്ലീസ് പിന്നാലെ കൂടുമ്പോൾ മോചനം തായൻ ഖദീമേ, മോചനം തായൻ ഖദീമേ, ആഖിറം തായൻ റഹീമേ. തെറ്റിൻ കെണി വെച്ച് ഇബ്ലീസ് പിന്നാലെ കൂടുമ്പോൾ മോചനം തായൻ ഖദീമേ, മോചനം തായൻ ഖദീമേ. പറയും, എനിക്ക് ഹയാ ആണ്, കാരണം ഞാൻ പണ്ട് സ്വർഗത്തിൽ നിന്ന് എന്റെ അടുത്തൊരു അബദ്ധം പറ്റി ഞാൻ പുറത്തായ ആളാണ്. അള്ളഹാനോട് ഞാൻ പറയാൻ എന്നെ കൊണ്ട് കഴിയും. ആദം നബി പിന്മാറി, നിങ്ങൾ നൂഹ് നബിയുടെ അടുത്ത് പോയിക്കോളി. നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിയും പറഞ്ഞു, എനിക്ക് അള്ളാന്റെ മുമ്പിൽ എത്താൻ, ഞാൻ എന്റെ ജീവിതത്തിൽ പറ്റിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്കും ലജ്ജയാണ്, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ അടുത്ത് പോയിക്കോളി. ഇബ്രാഹിം നബി, അങ്ങനെ മൂസാ നബി, ഈസാ നബി, എല്ലാവരും അവസാനം മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്തും. അള്ളാന്റെ റസൂൽ ശഫാഅത്ത് ചെയ്യും. നബിമാര് അവര് പാപികളോ വൻപാപികളോ ആയിട്ടല്ല, അമ്പിയാക്കൾ മഅസൂമിങ്ങളോ. പക്ഷേ എന്നാലും അവർക്ക് പടച്ചറബിന്റെ മുന്നിലുള്ള ലജ്ജ, ബഹുമാനപ്പെട്ട അള്ളാന്റെ ഔലിയാക്കൾ അവര് ചിന്തിച്ചിരുന്ന ലജ്ജ. സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ലൗ ഖയ്യറതു ബൈന അൻ ഉബഅസ ഫഅദ്ഖുലൽ ജന്ന വബൈന അൻ ലാ ഉബഅസ ലഖ്തറതു അൻ ലാ ഉബഅസ്. രണ്ടാലൊരു കാര്യത്തിന് എന്റെ മുന്നിൽ ഇഖ്തിയാർ തന്നാൽ, ഒന്നുകിൽ പറയാ ഖബറിൽ നിന്ന് പുനർജനിപ്പിച്ച് പിന്നെ ഹിസാബ് കഴിഞ്ഞ് സ്വർഗം കിട്ടും എന്ന്, അത് വേണോ? അല്ല, ഖബറെന്നുള്ള പുനർജന്മം തന്നെ ഉണ്ടാവൂല. എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ടവർ പറയാം, എന്നോട് ഒരു ഖിയാർ എന്നോട് ചോദിക്കാണ്, എന്ത്? ഒന്നുകിൽ നിങ്ങളെ
ഖബറിൽ നിന്ന് പുനർജനിപ്പിച്ച് മഹ്ശറിൽ കൊണ്ടുപോയി ഹിസാബ് കഴിഞ്ഞ സ്വർഗം കിട്ടും. സ്വർഗം കിട്ടുന്ന ഉറപ്പാണ്. സ്വർഗം നിങ്ങൾക്ക് കിട്ടും. അത് വേണോ? അല്ല, പുനർജന്മം തന്നെയല്ല. അതില്ലെങ്കിൽ പിന്നെ മഹ്ശറിയുമില്ല, ചോദ്യമല്ല, ഒന്നുമില്ലല്ലോ. ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലഖ്തർതു അല്ലാ ഉബഅദ്, പുനർജന്മം തന്നെ വേണ്ട. എന്തേ കാരണം? പടച്ച റബ്ബിന്റെ മുന്നിൽ മഹ്ശറയിലെത്തിയാൽ അള്ള പുറത്തു തരും, അള്ള പുറത്തു തരും, അള്ളാഹു സുഖലോക സ്വർഗം തരും. എന്നാലും അള്ളാന്റെ മുന്നിൽ പാപം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തു എന്ന് പറയണ്ടേ? ആ ലജ്ജ ഹയാ കാരണത്താൽ ഞാന് ബഅത്ത് തന്നെ വേണ്ട എന്ന് തെരഞ്ഞെടുക്കും എന്ന് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ചിന്തിക്കണം, ആലോചിക്കണം. ബഹുമാനപ്പെട്ട അൽഖമത്ത് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അവരുടെ ശൈഖായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അസ്വദ് റഹിമഹുല്ലാഹ് അവർക്ക് മരണം ആസന്നമായപ്പോ മരിക്കാൻ പോകാം. ബഹുമാനപ്പെട്ടവർ മരിക്കാൻ പോവുകയാണ്, സക്രാത്തിന്റെ ഘട്ടത്തിൽ മരിക്കാൻ പോവുക, മരണശയ്യയില. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ വപ്രാളം, മുഖത്തൊരു വപ്രാളം കണ്ടപ്പോ ചോദിച്ചു, മഹാദൽജി എന്താ നിങ്ങൾക്കൊരു ബേജാറ്, എന്താണ് വപ്രാളം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുക, മരണത്തെ പേടിച്ചുള്ള വപ്രാളമല്ല. വല്ലാഹി ലൗ ഊതീതു ബിൽ മഗ്ഫറതി മിനല്ലാഹ്, ഞാൻ മരിച്ച് അല്ല എനിക്ക് പുറത്തു തന്നാൽ തന്നെ ലഅഹമ്മനി അൽ ഹയാഉ മിൻഹു മിമ്മാ ഖദ് സനഅതു, എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകള്, അതിലുള്ള ഹയാ, അതാണ് എന്നെ ബേജാറാക്കുന്നത്. അല്ല പുറത്തു തരും. ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, നസ്വായ തൗബ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അമല് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരും. അങ്ങനെ പുറത്തു തന്നാൽ തന്നെ ഞാൻ പാപം ചെയ്തവനാണല്ലോ, ആ പാപം, ആ കുറ്റം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയണ്ടേ. ആ ഹയാ, ആ ലജ്ജയാണ് എന്റെ ബേജാറ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അസ്വദ് റളിയല്ലാഹു അൻഹു ഇദാ മാ ഖാല ലി റബ്ബി അമസ്തഹയൈത തഅസീനി വതുഖ്ഫി الذنب من خلقي وبالعصيان تأتيني ഇദാ മാ ഖാല ലി റബ്ബി, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞാൽ അമസ്തഹയൈത തഅസീനി, എന്നോട് പാപം ചെയ്യാൻ നിനക്ക് നാണുണ്ടായിരുന്നോ? വതുഖ്ഫി الذنب من خلقي, പടപ്പുകളുടെ മുന്നിൽ നീ നിന്റെ പാപങ്ങൾ മറച്ചുവെച്ചു. എന്നാലോ വബിൽ ഇസ്യാനി തഅതീനി, പാപങ്ങളുമായി നീ എന്റെ മുന്നിൽ വരുന്നു. അല്ലേ? നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? ആളുകളെ കാണാൻ നിനക്കത് ബേജാറായിരുന്നു. നീ കള്ളുടിക്കുക, അത് ആരും കാണരുത്, മക്കളും ഭാര്യ ആരും നാട്ടുകാരും കൂട്ടുകാരും ആരും അറിയരുത്. അപ്പോൾ അതിന് ഒളിച്ച് പാത്തും പതുങ്ങിയും അല്ലെങ്കിൽ നാട് വിട്ടുപോയിട്ടാ നീ തെറ്റ് ചെയ്തത്. പടപ്പുകൾ ആരും അറിയരുത്, കാണരുത്. പടപ്പുകൾ കാണും, അതിൽ നിനക്ക് ലജ്ജ ഉണ്ടായിരുന്നു തെറ്റ് ചെയ്യുമ്പോ. പക്ഷേ ഞാൻ കാണുന്നുള്ള പേടിണ്ടായിരുന്നോ? നിനക്ക് നാണുണ്ടായിരുന്നോ എന്റെ മുന്നിൽ തെറ്റ് ചെയ്യാൻ? പാപഭാരവുമായിട്ടല്ലേ നീ എന്റെ മുന്നിലേക്ക് വന്നത്? രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഇന്നീക അന്നി ആറാ മൻ ലാ ഹയാ ലഹു വലാ അമാനത വസ്തൽ ഖൗമി ഉരിയാനാ. ഇബ്നുൽ അറാബി അറബികൾ പാടിപ്പാടി വന്നിരുന്ന ഒരു വരിയാണ്, ഇന്നീക അന്നി ആറാ മൻ ലാ ഹയാ ലഹു, ഹയാ ഇല്ലാത്തവനെ കുറിച്ച് എന്റെ കാഴ്ചപ്പാട്, എന്റെ അഭിപ്രായം, വലാ അമാനത വസ്തൽ ഖൗമി ഉരിയാനാ, ജനങ്ങൾക്ക് നടുവില് തുണിയും കോണവനും ഉരിഞ്ഞു നടക്കുന്നവനെ പോലെയാണ്. ജനങ്ങൾക്കിടയിൽ നഗ്നനായി ഒരു ചരട് പോലും ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ തുണി അഴിച്ചിട്ട് പൂർണ്ണ നഗ്നനായി നടക്കുന്ന ഒരാള്, ആ ആളെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ, അഭിപ്രായം എന്താ? അതേ അഭിപ്രായമാണ് ലജ്ജല്ലാത്തവൻ, നാണല്ലാത്തവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ തന്നെ പറഞ്ഞു, ഖംസും മിൻ അലാമത്തി ശിഖ്വ, 5 കാര്യങ്ങൾ പരാജയത്തിന്റെ അടയാളങ്ങളാണ്. നോക്ക് 5 കാര്യങ്ങൾ അങ്ങേയറ്റത്തെ പരാജയത്തിന്റെ ലക്ഷണങ്ങളാ. 1 അൽ ഖസ്വത്തു ഫിൽ ഖൽബ്, ഖൽബിന്റെ കട്ടി.
ചില ആളുകൾക്ക് ഒരലിവുമില്ല, മനസ്സിങ്ങട്ട് കട്ടിയായിട്ടേ ഒരലിവുമില്ല, ഒരു ദയയില്ല, ഒരു കാരുണ്യമില്ല. 2 വജുമൂദുൽ ഐൻ, കണ്ണ് വറ്റിപ്പോയത് അല്ലേ? നമ്മൾ പറയാലോ ഒരു കനിവുമില്ല, ഒരു കണ്ണീരുമില്ല. കണ്ണ് വറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവന് കണ്ടാലും എന്ത് കണ്ടാലും അവന്റെ ആ ഒരു ഉറപ്പ്. ഖില്ലത്തുൽ ഹയാ, ലജ്ജയുടെ കുറവ്, നാണല്ലായ്മ, അത് പരാജയത്തിന്റെ അടയാളമാണ്. ഖില്ലത്തുൽ ഹയാ. വറഗ്ബതു ഫിദ് ദുനിയാ, ദുനിയാവിലുള്ള മോഹം, ദുനിയാവിനോടുള്ള ആഗ്രഹം, അത് പരാജയത്തിന്റെ അടയാളമാണ്. തൂലുൽ അമൽ, വലിയ മോഹം, അവന് വലിയ ആഗ്രഹങ്ങളാണ്. ഓനക്ക് അനുസരിച്ച ആഗ്രഹമൊന്നല്ല, തൂലുൽ അമൽ, എന്തൊക്കെയോ അവന്റെ ആഗ്രഹം അല്ലേ? അവനെടുത്താപ്പൊന്താത്ത ആഗ്രഹമാണ്, താല്പര്യങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ പരാജയത്തിന്റെ അടയാളങ്ങളാണ് എന്ന്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിനോടുള്ള ലജ്ജ കാരണം മഹാന്മാരായ ആളുകൾ തെറ്റുകൾ ചെയ്തിരുന്നില്ല. ലജ്ജ എന്തുകൊണ്ടാണ് ഈമാനിന്റെ ഭാഗമാകുന്നത്? ലജ്ജ എന്തുകൊണ്ടാണ് ഈമാനാകുന്നത്? ലജ്ജ, ഹയാ കാരണം മനുഷ്യൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കും, രഹസ്യത്തിലും പരസ്യത്തിലും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനുൽ ഫളൽ റഹിമഹുല്ലാഹ് പറയാ, മാ ഖതൗതു 40 സനതൻ ഖത്വതൻ ലിഗൈരില്ലാഹ്. 40 കൊല്ലമായി ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഒരു ചവിട്ടടി അള്ളാന്റെ മാർഗത്തിലല്ലാതെ ഞാനൊരു കാലടി വെച്ചിട്ടില്ല. ഒരു മനുഷ്യനിങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ മഹാന്മാരുടെ ഒക്കെ സൂക്ഷ്മത എത്ര. 40 കൊല്ലമായിട്ട് ന്റെ പൊരുത്തത്തിൽ അല്ലാതെ വെച്ചിട്ടില്ല അല്ലേ? നമ്മളൊക്കെ എങ്ങോട്ടൊക്കെ നടന്നു, എന്തിനൊക്കെ പോയി. ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് നടന്നിട്ടില്ലേ? 40 കൊല്ലമായി അള്ളാന്റെ പൊരുത്തത്തിലല്ലാതെ എന്റെ കാൽപാദം ഞാൻ അനക്കിയിട്ടില്ല. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, 40 സനതൻ, 40 കൊല്ലമായി മാ നളർതു ഫീ ഷൈഇൻ, ഒരു കാര്യത്തിലേക്കും ഞാൻ നോക്കിയിട്ടില്ല. ഇസ്തഹ്സനു ഹയാഅൻ മിനല്ലാഹ്, നോക്കാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക്, പക്ഷേ തെറ്റാണ്, ഹറാമാണ്, അള്ളാന്റെ മുന്നിലുള്ള ഹയാ കൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. 40 കൊല്ലമായി ഞാൻ എന്റെ കണ്ണ് ഒരു നോട്ടം ഹയാ അമ്മിനല്ലാ, അള്ളാന്റെ മുന്നിലുള്ള ലജ്ജ കൊണ്ട് ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. നമ്മളൊക്കെ എത്ര നോക്കണത് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ എന്തൊക്കെ കാണുക. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും കണ്ടു, അപ്പൊ ഒന്ന് നോക്കി മനസ്സിലൊന്ന്, ഓ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഹറാമുകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹറാമുകൾ കാണാനുള്ള സൗകര്യങ്ങളാണ്. ഈ മഹാന്മാരൊക്കെ മരണപ്പെട്ടുപോയി അല്ലേ? നല്ലവർ മുത്തഖീങ്ങൾ, കണ്ണിനെയും കാതിനെയും കൈകാലുകളെയും അള്ളാനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിച്ച, സ്വർഗം ഉറപ്പിച്ച ആളുകൾ, അവരൊക്കെ അഹ്ലുൽ ഖുബൂർ, അവരൊക്കെ ഖബറാളികളായി മാറി. ഇപ്പൊ അങ്ങനെ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്ന ശുജായികളായ നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല, നമ്മളിപ്പോ സ്വപ്നത്തിൽ ഒരു അന്യ പെണ്ണിനെ കണ്ടു, അത് തെറ്റാവോ? എന്നിട്ട് പറയേ, നമുക്കതിന്റെ കുറ്റം കിട്ടുമോ? കിട്ടൂല. സ്വപ്നത്തിൽ നമ്മൾ വ്യഭിചരിക്കുന്നവന് കണ്ടു, എന്നാ കുറ്റം കിട്ടുമോ? ഇല്ല. സ്വപ്നത്തിൽ പെണ്ണിനെ കണ്ടു എന്നല്ല, ഒരു പെണ്ണിന്റെ ഔറത്തന്നെ കണ്ടു, എന്നാ നമ്മൾ കുറ്റം കിട്ടുമോ? ഇല്ല. മനുഷ്യന്മാരാണ്, അങ്ങനെയൊക്കെ കാണാൻ കാരണങ്ങളുണ്ടാവും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ വലിയ സ്വപ്ന വ്യാഖ്യാതാവാണ്.
അല്ലേ? വലിയ സ്വപ്നവ്യാഖ്യാതാവായി അറിയപ്പെട്ട സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കിതാബുകളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ നാമധേയത്തിലുണ്ട്. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഗശൈതു ഇംറഅതൻ ഖത്തു ലാ ഫീ യഖലത്തിൻ വലാ ഫീ നൗമിൻ ഗൈറ ഉമ്മി അബ്ദുല്ലാഹ്. എന്റെ പെണ്ണുങ്ങള്, എന്റെ ഭാര്യ, എന്റെ പെണ്ണുങ്ങൾ ഉമ്മ അബ്ദുള്ള ഓളെ അല്ലാതെ ഞാന് സ്വപ്നത്തിലോ പിന്നെ ഉണർച്ചയിലോ ഉറക്കത്തിലോ ഉണർച്ചയിലും ഞാനൊരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. മനസ്സിലാക്കണം, ഒരു പെണ്ണിനെ പോലും സ്വപ്നത്തിൽ പോലും. അപ്പൊ എങ്ങനെ കഴിയാം? അള്ളാഹു ഒരു കഴിവുകൊണ്ട് കൊടുക്കണം. മനസ്സിലായില്ല? സ്വപ്നത്തിലിപ്പോ നമ്മളിങ്ങനെ കാണുമ്പോ എങ്ങനെയപ്പോ നമ്മളത് കാണണ്ടെന്ന് വിചാരിക്കാം? എങ്ങനെ സ്വപ്നത്തിലല്ല മൊയ്യരെ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളെ ഏതോ അന്തല്ലാത്ത ലോകത്തിലല്ലേ നമ്മളിങ്ങനെ ഇവിടെ കടന്നിട്ട് അമേരിക്ക പോയതാ സ്വപ്നം കണ്ടത്, ലണ്ടനിൽ പോയതാ സ്വപ്നം കണ്ടത്. നമ്മളൊക്കെ അത് പിന്നെ അത് ഒഴിവാക്കാൻ കഴിയോ? നമ്മളെ നിയന്ത്രണത്തിലല്ലല്ലോ. ശരിയാണ്. പക്ഷെ ബഹുമാനപ്പെട്ടവര് പറയാ, ഞാൻ യഖലത്തൻ ഉണർച്ചയിലും ലാഫി യഖലത്തിൻ വലാഫി നൗമിൻ ഉറക്കത്തിലും സ്വപ്നത്തിൽ പോലും ഞാനൊരു അന്യ പെണ്ണിനെ എന്റെ പെണ്ണുങ്ങൾ എനിക്ക് കാണൽ ഹലാലായ എന്റെ ഭാര്യയല്ലാതെ ഞാനൊരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. വ ഇന്നീല അറൽ മർഅത ഫിൽ മനാം. സ്വപ്നത്തിലാണെങ്കിലും ഒരു അന്യ പെണ്ണിനെ കാണുന്ന സാഹചര്യമുണ്ടായാൽ ഫഅലമു, എനിക്കറിയാം, അന്നഹാ ലാ തഹില്ലു ലി, അതെനിക്ക് ഹലാലല്ല. ഫഅസ്രിഫു ബസരി, എന്റെ കണ്ണ് തിരിക്കും, ഞാൻ കാണൂല, നോക്കൂല. അള്ളാഹ് തന്ന ഒരു നിഅമത്താ. കാരണം ഖൽബ് അങ്ങനെ ആയപ്പോ. നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും സ്വപ്നം കാണുന്നത്? കാരണം നമ്മുടെ ചിന്തയും ആഗ്രഹങ്ങളും അങ്ങനെ ആവുമ്പോ അപ്പൊ സ്വപ്നം അങ്ങനെ ആവും. അങ്ങനെയാണ്. സ്വപ്നത്തിൽ നല്ലൊരു ശതമാനം എന്താ? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മൾ കാണുന്നതും നമ്മൾ അറിയുന്നതും ഇതന്നെയാണ് സ്വപ്നത്തിലും വരിക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പടച്ച റബ്ബ് സലാമത്താക്കട്ടെ. ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിൽ പോലും അന്യ പെണ്ണിനെ കണ്ടിരുന്നില്ല. കാണാനുള്ള വഴി അള്ളാഹ് കൊടുത്തില്ല, അള്ളാഹ് തടഞ്ഞു. അത്ര നല്ല മനസ്സ്. അതുകൊണ്ട് മഹാന്മാര് പറയാറുണ്ട്, ലൈത അഖലി ഫിൽ യഖലതി കഅഖലി ഇബ്നു സീരീന ഫിൽ മനാം. ഇബ്നു സീരീന് അള്ളാഹ് ഉറക്കത്തിൽ കൊടുക്കുന്ന ബുദ്ധി എനിക്ക് ഉണർച്ചയിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മഹാന്മാര് പറഞ്ഞിരുന്ന വർത്താന. ഇബ്നു സീരീൻ തങ്ങൾക്ക് ഉറക്കത്തിൽ അള്ളാഹ് കൊടുക്കുന്ന ബുദ്ധി എനിക്ക് ഉണർച്ചയിലുണ്ടായിരുന്നെങ്കിൽ ഹറാമുകളിൽ നിന്ന് മാറി രക്ഷപ്പെടാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫസിർരിക ഇലാനി വതിൽക ഖലീഖതി വളുൽമാത്. ഫസിർരിക, എന്റെ രഹസ്യം, അത് പരസ്യം പോലെയാണ്. വതിൽക ഖലീഖതി, അതെന്റെ സ്വഭാവമാണ്. എന്റെ രഹസ്യം പരസ്യം ഒരേപോലെയാണ്. വളുൽമാതു ലൈലി, രാത്രിയുടെ കൂരിരുട്ടത്തും മിസ്ലു ലൗഇ നഹാരി, പകൽ വെളിച്ചത്തിൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പകൽ, ഞാൻ എങ്ങനെയാ അങ്ങനെ തന്നെ രാത്രി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പകൽ. എന്റെ രഹസ്യം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പരസ്യം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ കുറിച്ച് പറയുന്നു മഹാന്മാർ, യഖലാതുഹു വമനാമുഹു ശറഉൻ കുല്ലും ബികുല്ലിൻ ഫഹുവ മുസ്തബിഹു. ബഹുമാനപ്പെട്ടവരുടെ ഉണർച്ചയും ഉറക്കവും സമമാണ്, രണ്ടും ഒരുപോലെയാണ്. ഇൻ ഹമ്മ ഫീ ഹുൽമിൻ ബിഫാഹിശത്തിൻ, സ്വപ്നത്തിലാണെങ്കിലും ഒരു ഫാഹിശത്ത് ഉദ്ദേശിച്ചാൽ തന്നെ സദറതുഹു ഇഫ്ഫതുഹു ഫയന്തബിഹു, ബഹുമാനപ്പെട്ടവരുടെ പരിശുദ്ധി അതിൽ നിന്ന് മാറ്റിക്കളയും. അത് പേടിപ്പിക്കും, ഉണർത്തും, മാറ്റിക്കളയും. ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും ഒരു തെറ്റായ കാര്യം ബഹുമാനപ്പെട്ടവർ കണ്ടില്ല, ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. അൻ അബീ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു മുത്ത് നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ തമാമുൽ ബിർറ്, ബിർറ് ഗുണം ചെയ്യ, എങ്ങനെ ഗുണം ചെയ്യ എന്ന സ്വഭാവം, എല്ലാവർക്കും ഗുണം ചെയ്യ, അത് മുഅ്മിനുണ്ടാവുന്ന സ്വഭാവമാണല്ലോ. അതിന്റെ പൂർണ്ണത തമാമുൽ ബിർറ് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്. അപ്പോൾ എന്നോട് മുത്തനബി പറഞ്ഞു, അൻ തഅമല ഫി സിർരി അമലൽ അലാനിയ, രഹസ്യത്തിൽ നീ പരസ്യത്തിൽ എന്താണോ അങ്ങനെ ആയിരിക്കണം നിന്റെ രഹസ്യവും. അൻ തഅമല ഫി സിർരി, ആരും കാണാത്തോടത്താണ്,
ആരും കാണൂല. എന്നാലും എല്ലാരും കാണുന്നോടത്ത് നീ എങ്ങനെയാ? അങ്ങനെ തന്നെയാണ് ആരും കാണാത്തോടത്തും. അപ്പോഴാണ് ബിർറ്, ഗുണം എന്ന സ്വഭാവം പൂർണ്ണമാവുക എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, രഹസ്യമായി പാപം ചെയ്യുന്നവർ, ആരാരും അറിയാതെ തെറ്റ് ചെയ്യുന്നവർ, ബഹുമാനപ്പെട്ട മഹാനായ അബീ ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബി തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാത്തി അംസാലി ജിബാലി തിഹാമ. തിഹാമയിലെ വലിയ വലിയ മലകൾ, പർവ്വതങ്ങളെപ്പോലെ ഹസനാത്തിന്റെ വലിയ കൂമ്പാരമായി എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ ആളുകൾ വരും. അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം. ആരാ പറയണത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില വിഭാഗങ്ങൾ, ലഅലമന്ന എനിക്കറിയാം, തീർച്ചയായും എനിക്കറിയാം, ഒരു വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. യഅതൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരുന്നത് ബിഹസനാത്തിൻ, ഒരുപാട് ഹസനാത്തുകളെ കൊണ്ടാണ്. അംസാലി ജിബാലി തിഹാമ, തിഹാമയിലെ മലകളെ പോലെ. എത്ര അമല, എത്ര ഹസനാത്ത. എന്നിട്ടോ അതൊക്കെ കൂടെ ഏറ്റിപ്പൊന്തിച്ച് അവരങ്ങനെ വന്നാൽ ഫയജഅലുഹു അല്ലാഹു ഹബാഅം മൻസൂറാ, അല്ലാഹു അത് മുഴുവനും തട്ടിത്തെറിപ്പിച്ചു കളയും. അത് മുഴുവനും പൊടിയായി അതങ്ങട്ട് പാറിപ്പോകും. ഒരു വിലയും വെക്കാതെ അത് ധൂളികളായി അങ്ങോട്ട് പാറിപ്പോകും. ഒന്നുമില്ലാതെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ചോദിച്ചു, മുത്തുനബിയെ അവരാരാ? അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവനാ. ഇത് കഴിഞ്ഞുപോയ സമുദായത്തെക്കുറിച്ചല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവര്. സിഫും ലനാ യാ റസൂലല്ലാഹ് അല്ലാ നകൂന മിന്നും, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ റസൂലേ, അവരാരാ? ഏത് സ്വഭാവക്കാരാ? ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് നബിയെ. ആരാണവര്? മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവര് നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാ നിങ്ങളുടെ സഹോദരങ്ങൾ. കാരണം തിഹാമയിലെ മല പോലെ സുന്നത്തൊക്കെ നിസ്കരിക്കും, നോമ്പൊക്കെ നോൽക്കണ്ടയിലെ മല പോലെ ഹജ്ജൊക്കെ നിസ്കരിക്കുന്ന ആളുകളാ. പക്ഷേ എന്താ പ്രശ്നം? വലാകിന്നഹും അഖ്വാം, അവരൊരു കൂട്ടരാ. ഇതാ ഖലൂ ബിമഹാരിമില്ല, ആരും അറിയാതെ ഒരു ഹറാമ് ചെയ്യാൻ അവസരം കിട്ടിയാൽ അവരണ്ട് ചെയ്യും. അത് അങ്ങനെ ഇന്തഹഖൂഹ, ഈ ചെയ്തതൊക്കെ അതുകൊണ്ടാണ് പൊളിച്ചു കളി. ഇതൊക്കെ ചെയ്യണോനാ, പക്ഷേ വ്യഭിചരിക്കാൻ അവസരം കിട്ടി, അപ്പോൾ വ്യഭിചരിച്ചു. കള്ളു കുടിക്കാൻ അവസരം കിട്ടി, അപ്പോൾ കള്ളു കുടിച്ചു. ആരും അറിയില്ലല്ലോ എന്ന് കരുതി അതുകൊണ്ട് ചെയ്തു. ഈ അമലിന്റെ കൂമ്പാരം മുഴുവൻ അതോടുകൂടെ പൊളിഞ്ഞു പോകും. പടച്ചറബ് തട്ടിത്തെറിപ്പിച്ചു കളയും. അതൊക്കെ അങ്ങോട്ട് പാറിപ്പോവും. ഒരു വിലയും ഒരു ഉപകാരം അവന് കിട്ടൂല. ഇദാ ലം തഖ്ശ ആഖിബതൽ ലയാലി വലം തസ്തഈ ഫസ്നഅ മാ തശാഉ ഫലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറുൻ വലദ്ദുനിയാ ഇദാ ദഹബൽ ഹയാഉ. ഞാൻ പോകുന്ന ശിക്ഷകളുടെ ദിവസങ്ങൾ നീ ഭയപ്പെടുന്നില്ലെങ്കിൽ
വലം തസ്തഹി, നിനക്ക് നാണമില്ലെങ്കിൽ ഫസ്നമാ തശാഊ, നീ താന്തോന്നിയായി ജീവിച്ചോ, ഉദ്ദേശിച്ചൊക്കെ നീ ചെയ്തോ. ഫലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറുൻ, ജീവിതത്തിൽ യാതൊരു ഖൈറുമില്ല, അല്ലാഹുവാണ് സത്യം. വലദ്ദുനിയാ, ദുനിയാവിലും ഖൈറില്ല. ഇദാ ദഹബൽ ഹയാഊ, ലജ്ജ ഇല്ലാതായി കഴിഞ്ഞാൽ, നാണം ഇല്ലാതായി കഴിഞ്ഞാൽ. മനസ്സിലാകുണ്ടോ? ഏത് നാണം, ഏത് ഹയാ? അള്ളാ, നമ്മൾ ഒറ്റക്കാണെങ്കിലും മുഅ്മിന് ഹയാ ഉണ്ടാവണം. കാരണം അള്ളാ ആണല്ലോ, പടച്ചവൻ കാണുമല്ലോ, ആ ഹയാ ഉണ്ടാവണം. ഹയാ ഇല്ലെങ്കിൽ പിന്നെ ഒന്നിലും ഖൈറല്ല, ഒന്നിലും ഖൈറല്ല. മഹാന്മാരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നാണല്ലെങ്കിൽ നീ എന്താ ചെയ്തത്. ഇദാ ലം തസ്തഹി, നിനക്ക് നാണല്ലെങ്കിൽ ഫസ്ന മാ ശിഅത, നീ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് ചെയ്തോ, അതിന് ചെയ്യാനുള്ള അനുവാദമല്ല, അത് ആക്ഷേപത്തിന്റെ ഒരു വർത്താനാണ്. നാണല്ല ചങ്ങായിയെ, നാണല്ലെങ്കിൽ എന്താ കാട്ടിക്കോ പറയും. അതന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ഇത് മുത്തനബി പറഞ്ഞു. ഈ വാക്ക് ഇന്ന മിമ്മ അദറക്കന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല, കഴിഞ്ഞുപോയ നുബുവത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ വാക്കാ ഇത്. ഈ ഉമ്മത്തിന്റെ മാത്രം കാര്യമല്ല, ആദം നബി മുതൽ കഴിഞ്ഞുപോയ നബിമാര്, കഴിഞ്ഞുപോയ ഉമ്മത്ത്, അവരൊക്കെ പഠിപ്പിച്ച വർത്താനാണ് ഇത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അല്ലേ? ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അപ്പോൾ ഈ വിഷയത്തിന്റെ എന്താണിപ്പോ ലജ്ജ എന്ന് പറഞ്ഞു, ഫിഖ്ഹുൽ ഹയാ, ലജ്ജയുടെ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു കിതാബ് തന്നെ മഹാന്മാര് ക്രോഡീകരിച്ചിട്ടുണ്ട്. എന്താണ് ലജ്ജ എന്ന് പറഞ്ഞ, എന്തിനാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനം തെറ്റുകളിൽ നിന്ന് തെറ്റ് ചെയ്യാനുള്ള ലജ്ജ. അതാണ് ലജ്ജ, അതാണ് നാണം, അതാണ് മുഅ്മിൻ ഉണ്ടാവേണ്ടത്, രഹസ്യത്തിലും പരസ്യത്തിലും. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മുഅ്മിൻ വിജയിച്ചു. ഒരു ചെറിയ സംഭവം കൂടെ പറയട്ടെ മുഅ്മിനീങ്ങളെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട ഒരാൾ, ഈ ബനൂ ഇസ്രായേലികളിൽ ഒരുപാട് കഥകൾ കഴിഞ്ഞുപോയി അല്ലേ? ഒരുപാട് ഗുണങ്ങൾ, പാഠങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1,24,000 നബിമാരിൽ 1,00,000 നബിമാരും വന്നത് എവിടെയാണ്? ബനൂ ഇസ്രായേലുകളിലാണ്. 1,24,000 നബിമാരിൽ 1,00,000 നബിമാരും വന്നത് എവിടെയാണ്? ബനൂ ഇസ്രായേലുകളിലാണ്. അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ, അവർക്ക് കിട്ടിയ ശിക്ഷകൾ എമ്പാടും, അവർ ചെയ്ത ഗുണങ്ങളുണ്ടാവും, നല്ലവരുണ്ടാവും, ചീത്തവരുണ്ടാവും. ബനൂ ഇസ്രായേലികളുടെ കൂട്ടത്തിൽ വന്ന നബിമാരിൽ പ്രമുഖനാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഖുർആനിൽ മൂസാ നബിയുടെ ചരിത്രം കൂടുതൽ വന്നത്, മൂസാ നബിയുടെ പേര് കൂടുതൽ വന്നത്. ഇതന്നെയാണ് ഖുർആൻ, ഇതന്നെ ദീന് അല്ലേ? ഇതന്നെ ക്ലാസ്. നമ്മൾ പറയണത് ഇങ്ങനെയൊക്കെയുള്ള വർത്താനല്ലേ? ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണം പഠിക്കുക. എന്താപ്പത് ഇങ്ങനെ കുറെ ചരിത്രവും കഥയും പറഞ്ഞിട്ട്? നിസ്കാരത്തിന്റെ ഫർള് എത്രയാ നിങ്ങൾ പറഞ്ഞോ മൂല്യരെ? അല്ലേ? ഒന്നുമുറിയണ കാര്യങ്ങൾ പറഞ്ഞോ എന്നൊക്കെ ബേജാറാവണ്ട. അതൊക്കെ നമ്മൾ പറയും, പഠിക്കും, അതൊക്കെ കൂട്ടത്തിലുണ്ടാവും ഓരോ കാര്യങ്ങളും. അടിത്തറ എന്ന് പറഞ്ഞാൽ, അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തറ എന്ന് പറഞ്ഞാൽ തസവുഫാണ്. അത് തന്നെയാണ് ഖുർആന്റെ രീതി. അതിൽ ചരിത്രങ്ങളും ഇങ്ങനെയുള്ള തത്വോപദേശങ്ങളും ഒക്കെ, അതിൽ നമ്മുടെ ഖൽബ് നന്നാവുക, അതാണ് പ്രധാനം, അതാണ് അടിത്തറ. പുറമോടിയും അതിന്റെ നിയമങ്ങളൊന്നും പരിശോധിച്ചിട്ട് അതിന് കാര്യമില്ല. നിസ്കാരം അതിന്റെ എല്ലാ ഫറളും, എല്ലാ സുന്നത്തും, എല്ലാ ഷർത്തും, എല്ലാ മസ്അലയും നമ്മൾ പറഞ്ഞല്ലോ. ഫിഖ്ഹ്, ഷാഫി ഫിഖ്ഹിൽ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം മസ്അലകളുണ്ട്. അതൊക്കെയാണ് പഠിച്ചു, എന്നിട്ടാണ് നിസ്കരിച്ചു. നമ്മുടെ നിസ്കാരമാവോ? അല്ലേ? അതാണ് വിഷയം. ആ നിസ്കാരത്തിൽ ഉണ്ടാവേണ്ട ആത്മീയത, ഖുശൂ, ഖുദൂ, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ? ഇനി 2.5 ലക്ഷം മസലൊന്നും പഠിച്ചില്ല, അത്യാവശ്യമൊക്കെ പഠിച്ചു, നമ്മൾ നിസ്കരിച്ചു. പക്ഷെ ആ നിസ്കാരത്തിൽ എന്തുണ്ട്? ഇഖ്ലാസ് ഉണ്ട്, അതിൽ ആത്മീയത ഉണ്ട്, എന്നാൽ വിജയിച്ചു. അല്ലേ? നിങ്ങൾ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വലിയ ആളായത് കുറെ നോമ്പ് നോറ്റിട്ടും കുറെ നിസ്കരിച്ചിട്ടൊന്നുമല്ല. എന്നാൽ സിദ്ദീഖ് തങ്ങൾ
ഏറ്റവും വലിയ ആളായി. എന്റെ ഖൽബ് നന്നായി. അതല്ലേ അഖ്ലാഖ് റബ്ബിനുണ്ട് 360 സ്വഭാവങ്ങൾ. അള്ളാന്റെ സ്വഭാവങ്ങൾ, അള്ളാന്റെ സ്വഭാവങ്ങൾ എത്ര? 360. അതിലേതെങ്കിലും ഒന്ന് ഒരു മുഅ്മിനുണ്ടായാൽ അതിലൊന്ന് മുഅ്മിനുണ്ട് എന്നാൽ അവനത് അള്ളാന്റെ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒറ്റ സ്വഭാവം ഉണ്ടായാൽ ആ ഒറ്റ കാരണത്താൽ ആ ഒറ്റ സ്വഭാവങ്ങൾ അവൻ സ്വർഗത്തിലേക്ക് കടക്കും. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ ഇത് കേട്ടപ്പോ ചോദിച്ചു, മുത്തുനബിയെ അള്ളാന്റെ റസൂലെ, അള്ളാന്റെ ആ സ്വഭാവങ്ങൾ 360 സ്വഭാവങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു നബിയോടന്ന് ചോദിച്ചു, നബിയെ എന്നിലിവയിൽ ഒന്ന് അള്ളാന്റെ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം എന്നിലുണ്ടോ നബിയേ? മുത്തുനബി മറുപടി പറഞ്ഞതെന്താ? ഇവയുണ്ട് നിങ്ങളിൽ കൊല്ലുമെന്നാണ് ഉടനടി തിരുമുസ്തഫായിൽ നിന്നു വന്ന മറുപടി. മുത്തുനബി പറഞ്ഞു, സിദ്ദീഖ് അള്ളാന്റെ ആ 360 സ്വഭാവങ്ങളും നിങ്ങളിലുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ നിസ്കരിച്ച ആളുകൾ പിന്നെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ ഇൽമുണ്ടായ ആളുകളും പിന്നെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ ഇബാദത്ത് ചെയ്തവർ പിന്നെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ സദഖ കൊടുത്തവരും പിന്നെ വന്നിട്ടുണ്ട്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്ന എന്താ? ഇതാണ്, ഈ സ്വഭാവങ്ങളാണ്. അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു മുഴുവൻ കൊടുത്തു. പക്ഷെ അളവിൽ നോക്കുമ്പോ അതാണ് സിദ്ദീഖിന്റെ സ്വഭാവം റളിയല്ലാഹു അൻഹു. അല്ലേ? ഇപ്പൊ എങ്ങനെ? ഏതുപോലെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഒരാള്, ഒരു മുതലാളി, ഇപ്പൊ നമ്മളൊരു സദഖയുടെ കാര്യം പറഞ്ഞപ്പോ വലിയ ഒരു മുതലാളി, കോടീശ്വരൻ, 1,00,000 റുപ്യ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അന്തം വിട്ട് കണ്ണു തള്ളി. അല്ലാഹു അക്ബർ അല്ലി. ഒരു സാധു മനുഷ്യൻ കോന്തല അയച്ചിട്ട് ഒരു 10 റുപ്യ കൊടുന്നിട്ട് ഇതാ എന്റെ വകാന്ന്. ഇനി ഓനും ഇവിടുന്ന് തിരിച്ചു പോകാൻ ബസ്സിന് കായില്ല. നോമ്പറക്കാൻ ഒരു കാരക്ക വാങ്ങാൻ ഓന്റെ അടുത്ത് കായില്ല. ഏതാ വലുത്? 1,00,000 ഈ 10 വലുത്? ഈ 10 വലുത്. അതാ വിഷയം. കൊടുത്തു, ഇനി ഒന്നും ബാക്കിയില്ല. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു സ്വഭാവം. കൊടുത്തതിന്റെ അളവിൽ ചിലപ്പോ പിന്നെ അതിനേക്കാൾ കൊടുത്തവരുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഉള്ളത് മുഴുവനാണ് കൊടുത്തു, ഇനി ഒന്നും ബാക്കിയില്ല. എന്താ ബാക്കി? അല്ലാഹു റസൂലും. അതാണ് സിദ്ദീഖ് തങ്ങളുടെ കൊടുക്കൽ. അതൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാന്റെ സ്വഭാവങ്ങൾ. ലജ്ജ അള്ളാന്റെ സ്വഭാവം. അല്ലേ? നമ്മളീ പറയുന്ന നമ്മുടെ വിഷയം ലജ്ജ അള്ളാന്റെ സ്വഭാവമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീം. അല്ലാഹു ലജ്ജ, നല്ല ലജ്ജ ഉള്ളവനാ. ഹയ്യുൻ അല്ലാഹു നല്ല ലജ്ജ ഉള്ളവനാ. കരീമുൻ മാന്യനായ ലജ്ജ ഉള്ളവനാ അല്ലാഹു. യസ്തഹി, അല്ലാഹു ലജ്ജിക്കും. എപ്പോന്നറിയോ? ഇദാ റഫഅ റജുലു ഇലൈഹി യദൈ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ ദുആർക്കാൻ വേണ്ടി അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു ലജ്ജിക്കും. അയ്യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈനി. അവന്റെ ആ കൈ വെറുതെ മടക്കാൻ അല്ലാഹുക്ക് ലജ്ജയാണ്. എങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കാം? നമ്മളും പറയലോ അല്ലേ? സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും വന്ന് ചോദിച്ചപ്പോ എങ്ങനെയപ്പോ ഞാൻ വെറുതെ മടക്കിക്കൂടാ? അങ്ങനെ തോന്നി. അള്ളാഹു അതിനേക്കാൾ വലിയ മാന്യനാ, ലജ്ജയുള്ളവനാ. ഒരു മുഅ്മിനായ മനുഷ്യൻ പടച്ചവനോട് ചോദിച്ചാൽ, കൊയ്യുയർത്തിയാൽ വെറുതെ അള്ളാഹ് മടക്കൂല. വെറുതെ അല്ല, ചിലപ്പോ ചോദിച്ചത് മുഴുവൻ തരൂലെങ്കിലും വെറുതെ മടക്കൂല, അത് ഉറപ്പാണ്. ഒരു ദുആയും ഒരു ചോദ്യവും അള്ളാഹ്ക്കത് ലജ്ജുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ലജ്ജ എന്ന് പറഞ്ഞാൽ ഫഇന്നഹു ഹയാഉൻ, അതൊരു ലജ്ജയാണ്. ഹയാഉ കറമിൻ വബിർരിൻ വജൂദിൻ വജലാലിൻ. മാന്യതയുടെയും ഗുണത്തിന്റെയും ഔദാര്യത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്വത്തിന്റെയും സ്വഭാവം അള്ളാന്റെ ലജ്ജ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ലജ്ജ പോലെയല്ല അള്ളാന്റെ ലജ്ജ, പക്ഷെ അള്ളാന്റെ സ്വഭാവമാണ്. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ വാഫഖല്ലാഹ ഫീ സിഫത്തിൻ മിൻ സിഫാത്തി. അള്ളാന്റെ സ്വഭാവങ്ങളിൽ, അള്ളാന്റെ ഗുണവിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് ഒരു അടിമ യോജിച്ചു വന്നാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സിദ്ദീഖ് തങ്ങള് അള്ളാന്റെ എല്ലാ സ്വഭാവങ്ങളോട് യോജിച്ചു വന്നു. അള്ളാന്റെ സ്വഭാവത്തോട്, അള്ളാന്റെ ഗുണവിശേഷത്തോട്, സിഫത്തിനോട് ഒരു അടിമ യോജിച്ചു വന്നാൽ ഖാദത്തുഹു തിൽക സിഫത്തു, ആ ഒരു സ്വഭാവം, ആ ഒരു ഗുണവിശേഷം
അവനെ കൊണ്ടുപോകും. ബിസിമാമിയ കടിഞ്ഞാണ് കൊണ്ട് പിടിച്ചു കൊണ്ടുപോകും. വഅദ്ഖലതുഹു അലാ റബ്ബി അള്ളാന്റെ മുന്നിൽ എത്തിക്കും. വഖറബതു മിൻ റഹ്മതി അള്ളാന്റെ റഹ്മത്തിനോട് അടുപ്പിക്കും. വസയ്യറതുഹു മഹ്ബൂബൻ ലഹു അള്ളാന്റെ മഹബൂബാക്കി അവനെ മാറ്റും. ഫഇന്നഹു റഹീമുൻ യുഹിബ്ബുർ റഹമാ അള്ളാഹു കാരുണ്യവാനാ റഹീമ. കാരുണ്യം എന്ന സ്വഭാവമുള്ള ആളുകളോടൊക്കെ അള്ളാഹ്ക്ക് എന്താണ് ഇഷ്ടമാണ്. അള്ളാഹു റഹീമാണ്, റഹ്മത്തുള്ളന. റഹ്മത്ത് ആർക്കൊക്കെ ഉണ്ടോ അവരോടൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹു കരീം, കരീമാണ്. യുഹിബ്ബുൽ ഖുറമാ മാന്യനാണ് അള്ളാഹു. മാന്യത എന്നുള്ള സ്വഭാവമുള്ള ആരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ജമീൽ അള്ളാഹു സുന്ദരന ജമീലാണ്. യുഹിബ്ബു അഹ്ലൽ ജമാൽ സൗന്ദര്യമുള്ള ആളുകളെ ഇഷ്ടം. എന്തായി സൗന്ദര്യം? സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സൗന്ദര്യ അല്ലേ? പിന്നെ നമുക്ക് പുറമേ ഉള്ള വൃത്തി വെടിപ്പ് അത് അതിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് മുത്തനബി പറഞ്ഞല്ലോ, സഹാബത്തിനോട് പറഞ്ഞല്ലോ, നിനക്ക് നല്ല തുണികുപ്പായല്ലേ, എന്നാ വിട്ടുവാ, ഇത് മാറ്റ്. അങ്ങനെ ഒരു കയറി പറഞ്ഞ പഴയ നാര് കണ്ടാൽ തന്നെ അത് അർപ്പൊക്കെ ഉണ്ടാക്കണം. പഴയ തുണികുപ്പായിട്ട് വന്നപ്പോ മുത്തനബി കണ്ടപ്പോൾ നമുക്ക് നല്ല തുണികുപ്പായല്ലേ, അള്ള ചെയ്ത നിയമത്തല്ലേ, അതിട്ടുവാ. അള്ളാഹു ജമീലാണ്, യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു നളീഫാണ്, യുഹിബ്ബുൻ നളാഫ. അള്ളാഹു വൃത്തിയുള്ളവനാണ്, വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ഹയ്യുൻ പടച്ചറബ് നാണമുള്ളവനാണ്. യുഹിബ്ബു അഹ്ലൽ ഹയാ ഹയാഇന്റെ ആളുകളെ അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഇഷ്ടവുമാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മുത്തുനബിയുടെ ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ബനൂ ഇസ്രയേലികളിൽപ്പെട്ട ഒരു കഥ പറയാന്ന് പറഞ്ഞതാ. ബനൂ ഇസ്രയേലികളിൽപ്പെട്ട ഒരു അറവുകാരൻ, ഒരു കശാപ്പുകാരൻ, ഒരു അറവുകാരൻ, അവന് അയലോക്കത്തെ ഒരു പെണ്ണിന് ഓനൊരു കണ്ണുണ്ട്. നല്ല സുന്ദരിയാ, പുതിയാപ്പിളൊക്കെ ഉണ്ട്. അയലോക്കത്ത എപ്പോഴും ഇങ്ങനെ കാണും. ഉള്ള സൗന്ദര്യവും ഭംഗിയൊക്കെ കാണുമ്പോ എന്റെ മനസ്സിനൊരു മോഹ, ഒരാഗ്രഹം. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പല കൗശലവും ബുദ്ധിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവളുടെ പുതിയാപ്പിള അങ്ങനെ ഇവളോട് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്തൊന്ന് പോണം, കോഴിക്കോട്ടൊക്കെ ഒന്ന് പോണജ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവ മനസ്സിലാക്കി ഒറ്റക്കാണ് ഇവിടെ പോണേ, ഒറ്റക്കാണ് പറഞ്ഞേക്കണേ ഒരു കാര്യത്തിന്. അതൊക്കെ ഇപ്പം കേൾക്ക. ആര്? അയലോക്കാരോ, അറവുകാരനാ, കശാപ്പുകാരനാ. ഓള്ള പുതിയാപ്പിളക്കാൾ ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളവനാണ് ഇവൻ. ആര്? ഇവനും. അയലോക്കാരെന്നുള്ള നിലക്ക് ഇവളും കണ്ടാല് ചെറുക്കലും വർത്താനം പറയലൊക്കെ ഉണ്ടേനും. ഓള്ള പുതിയാപ്പിളക്കാൾ സൗന്ദര്യം ആരോഗ്യമൊക്കെ ഉള്ളവനാ. ഇവനാണെങ്കിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു തന്ത്ര. ഇവൾ ഒറ്റക്ക് പോവുകയാണല്ലോ. അപ്പൊ ഇവനും വല്ല പിന്നാലെ പോയി. അടുത്ത ബസ്സിന് ഇവനും കയറി പിന്നാലെ. വളാഞ്ചേരിക്കാണുള്ള ബസ് കയറിയത്. ഇവനും അടുത്ത ബസ്സിന് കയറി. പിന്നെ വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ ഒരുമിച്ച് തന്നെ കയറി അല്ലേ. പിന്നെ ഓളെ ഇറങ്ങി, ഓളെ പിന്നാലെ അങ്ങനെ പോയി. ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തി. ആരുമില്ല, ആരും അറിയൂല, ആരും കാണൂല. ഇവൻ ആരാ? ആരോഗ്യമുള്ളവനാ, സൗന്ദര്യമുള്ളവനാ, പരിചയമുള്ളവനാ. ഈ പെണ്ണിനോട് ആഗ്രഹം പറഞ്ഞു. ഈ പെണ്ണിനോട് ആഗ്രഹം പറഞ്ഞു. ആരും അറിയൂല, ഈ രഹസ്യം പൊളിയൂല. ആരോഗ്യമുള്ള പെണ്ണാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ. പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു, ലാ തഫ്അൽ, അത് ചെയ്യരുത് കേട്ടോ. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. ഇവനോട് പറഞ്ഞു, നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല, നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, പക്ഷേ അല്ലാഹനെ പേടിയാണ്. അല്ലാഹനെ പേടിയാണ്, പടച്ചോനെ പേടിച്ചിട്ട്. എനിക്ക് അല്ലാഹനെ പേടിയാണ്, വ്യഭിചാരത്തിന് ഞാനില്ല. അല്ലാഹനെ ഭയപ്പെടുന്നു, നിങ്ങളും പേടിക്കണം. ഫത്തഖില്ല, അല്ലാഹനെ പേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ഈമാനോടുള്ള പറച്ചിലായപ്പോൾ അത് ഇയാളെ കൽബിലും തട്ടി. ഫഅന്തി തഖാഫീന, പെണ്ണെ നീ അല്ലാഹനെ പേടിക്കുന്നവളാണോ? വഅന അഖാഫു, ഞാൻ ഇതുവരെ അല്ലാഹനെ പേടിച്ച് ജീവിച്ചവനല്ല. അല്ലാഹനെ പേടിക്കണം, പടച്ച റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടണം. നീ അല്ലാഹനെ പേടിക്കുന്ന ഒരു പെണ്ണാണോ? ഞാൻ ഇന്നേ വരെ അല്ലാഹനെ പേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫറജഅ തായിബൻ, ആ പെണ്ണിന്റെ മുന്നിൽ തൗബ ചെയ്ത് മടങ്ങി. ഈ ചെറുപ്പക്കാരൻ തൗബ ചെയ്ത് മടങ്ങി. പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്ത വന്നിട്ടില്ല. പിന്നെ നല്ല നിലക്ക് മുത്തഖിയായി ജീവിക്കുകയാണ്. ഒരു ദിവസം അതിശക്തമായ വെള്ളക്ഷാമവും ചൂടുമുള്ള
അതിശക്തമായ ഒരു ഘട്ടത്തിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടക്കുകയാണ്. നല്ല ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഒരു തുള്ളി വെള്ളം കിട്ടാതെ അതിശക്തമായ ചൂടുമുള്ള ഒരവസ്ഥയിൽ നടന്നു പോകുമ്പോ ബനൂ ഇസ്രായേലുകൾപ്പെട്ട ഒരു നബിയെ കണ്ടുമുട്ടി. ഈ ചെറുപ്പക്കാരൻ ഒരു നബിയെ കണ്ടുമുട്ടി. അപ്പോൾ ഈ ബേജാറും ഈ വെപ്രാണവും ഈ ചൂടും ഈ പൊരിച്ചലും, വെള്ളമല്ല, കുടിക്കാനും വെള്ളമല്ല, വേർത്തൊലിക്കാണ്, ശക്തമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഈ മരുഭൂമി വിട്ടുകടന്ന് നാട്ടിലേക്ക് എത്തണം, ഇതാണ് ആഗ്രഹം. ഈ നബി ചോദിച്ച്, എന്താണ് നിന്റെ വിഷമം, എന്താ നിന്റെ ആഗ്രഹം? പറഞ്ഞു, മഹാനായ നബിയെ, അള്ളാന്റെ പ്രവാചകരെ, ശക്തമായ ചൂട് കണ്ടോ, ശക്തമായ വെയിൽ കണ്ടോ, ദാഹം സഹിക്കണില്ല, ഒരു വെയിൽ താങ്ങണില്ല, എങ്ങനെ തളർന്നു വീഴോ, ബോധം കെട്ട് വീഴോ എന്ന് പേടിക്കാണ്. ഈ വെയിലത്ത് ഈ ചൂടത്ത് തളർന്നു പോയി മരുഭൂമി കിടന്ന് മരിക്കുമെന്ന് പേടിയാകാണ് എന്ന് പറഞ്ഞു നബിയോട്. അപ്പോൾ ഈ നബി എന്ത് പറഞ്ഞു? എന്നാൽ ഇങ്ങോട്ട് വാ, നമുക്ക് അള്ളാനോട് ദ്വാരക്കാം. അള്ളാനോട് ദ്വാരന്നാല് ഹത്താ തുനില്ലന സഹാബത്തുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മേഘത്തിന് ഇറക്കി തന്നാലോ നമുക്ക് വെള്ളം കിട്ടും. മേഘത്തിന്റെ തണലുകൊണ്ട് അള്ളാനോട് മേഘം തണലിട്ട് തരാൻ പറഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തിക്കാൻ അള്ളാനോട് ദ്വാരക്കാം. തുനില്ലന സഹാബത്തുൻ ഹത്താ നദ്ഖുലൽ ഖറിയ, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് വരെ, ഈ മരുഭൂമി വിട്ടുകടക്കുന്നത് വരെ മേഘത്തിന്റെ തണല് തരാൻ അള്ളാനോട് ദ്വാരക്കുക, വെള്ളം തരാൻ അള്ളാനോട് ദ്വാരക്കുക എന്ന് പറഞ്ഞു. ബനൂ ഇസ്രായേലുകളോട് ദ്വാരക്കാന്ന് പറഞ്ഞാൽ ഒരു രീതി അവർക്കും അറിയാം, വെറുതെ ദ്വാരക്കാൻ പറ്റൂല. എങ്ങനെ ദ്വാരക്കാനാം? ആ ദ്വാരക്കാം, ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ ദ്വാ അല്ല അവർ പഠിച്ച ദ്വാ. അവർക്കും അറിയാം, ദ്വാരക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒന്നുകിൽ നല്ല കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്തത് പറയണം. അല്ലെ, നമ്മൾ പല കഥയും കേട്ടിട്ടുണ്ട്. ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോയ മൂന്നാളുകള്, മൂന്നാളും എന്നാല് ചെയ്ത നല്ല കാര്യം പറഞ്ഞു ദ്വാരക്കാന്നുണ്ട്, ദ്വാരന്ന് പാറ നീങ്ങ കഥയൊക്കെ അറിയാലോ. അപ്പൊ ഇയാൾ പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, അതിന് ഞാൻ ദ്വാരക്കാണെങ്കിൽ മാലിമിൻ അമലിൻ അതോ, എനിക്കൊരു അമലും പറയാറില്ല. ദ്വാരക്കണമെങ്കിൽ എന്തൊരു അമല് വേണ്ടേ? ഞാനൊരു അമലും ചെയ്യാത്തവനാണ്, ഞാനൊരു സൽക്കർമ്മം, പിന്നെ ഞാൻ എന്ത് വെച്ചിട്ടാ ദ്വാരക്ക? ഞാനൊരമലും ചെയ്തിട്ടില്ല നബിയെ. എന്തുകൊണ്ടാണ് ഞാൻ റബ്ബിനോട് ദ്വാരക്ക? ഞാനൊരു പാപിയാണ് നബിയെ. അപ്പോൾ ആ നബി പറഞ്ഞു, എന്നാൽ ഫാനാദോ, ഞാൻ ദ്വാരക്കാവ അമ്മിൻ, എന്താ ജാമ്യം പറഞ്ഞാൽ മതിയത്, ഞാൻ ദ്വാരക്ക ജാമ്യം പറയുന്നു. അങ്ങനെ ആ റസൂൽ ആ നബി ദ്വാരന്നു. അമ്മനഹുവ, ഈ മനുഷ്യൻ ആമീൻ പറയുകയും ചെയ്തു. അപ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഉടൻ തന്നെ നല്ല കുളിര് കിട്ടുന്ന, തണുപ്പ് കിട്ടുന്ന ഒരു മേഘം ഇറങ്ങി വന്നു. എന്നിട്ട് ഇവർക്ക് തണലിട്ട് കൊടുത്തു. എന്നിട്ടോ അങ്ങനെ അവരങ്ങനെ പോയി, അവർക്ക് വെള്ളം കിട്ടി, ദാഹം തീർന്നു. എന്നിട്ട് പിന്നെ ആ മേഘം ഇവരിങ്ങനെ പോണോടത്തൊക്കെ ഈ മേഘം അങ്ങനെ ഒപ്പം പോയി. പിന്നെ ആ മരുഭൂമി മുഴുവൻ കൊട ചൂടിക്കൊടുക്കുന്നത് പോലെ ഇവർക്ക് അങ്ങനെ തണലിട്ട് കൊടുത്ത്, അങ്ങനെ ഹത്തന്തഹയ ഇലൽ ഖറിയ, നാട്ടിലേക്ക് അവരെത്തി. ഇനി നബിക്കൊരു വഴിക്കും പോകണം, ഇയാൾക്ക് മറ്റൊരു വഴിക്ക് പോകണം. നബിയുടെ വീട്ടിലേക്ക് വേറൊരു വഴി, ഇയാളുടെ വീട്ടിലേക്ക് വേറെ. ഞാൻ അവിടുന്ന് പിരിയാം, എന്നാ പിന്നെ നമ്മളിവിടെ എത്തിയല്ലോ, അൽഹംദുലില്ലാ റാഹത്തായി, എന്നാ നമ്മൾ പിരിയാ എന്ന് പറഞ്ഞിട്ട് ഇയാള് നബിനോട് സലാം പറഞ്ഞ് യാത്രയാവുക. ഇയാൾ അങ്ങോട്ടും നബി അങ്ങോട്ടും. മേഘം അങ്ങനെ നിൽക്കുക, അതുവരെ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ ഈ മേഘം റസൂൽ ഒരു വഴിക്ക് പോയി, നബി ഒരു വഴിക്ക് പോയി, ഇയാളെ വഴിക്കും പോയി. അങ്ങനെ ഈ മേഘം എന്ത് ചെയ്തു? സുമ്മ തബിഅത്തുഹു, പിന്നെ ഈ മേഘം അങ്ങനെ പോയത് മാനത്തെ സഹാബത്തു അലൈ, ഈ ചെറുപ്പക്കാരന്റെ, ഈ മനുഷ്യന്റെ നബിനെ വിട്ടിട്ട് മേഘം ഇയാളെ കൂടെ പോയി. ഇയാളെ വീട്ടിലേക്ക് എത്തിക്കുന്നത് വരെ മേഘം തണലിട്ട് കൊടുത്തു, നബി വെയിലത്തും പോയി. അപ്പോൾ ഇത് കണ്ടപ്പോ ഈ നബി തിരിച്ചു വന്നു. ഫറജാ റസൂൽ, ആ റസൂല് പ്രവാചകൻ തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല ഖദ് സഅംത അലൈസ ലക അമൽ, നീ എന്നോട് എന്തേ പറഞ്ഞ് നീ ഒരു അമലും ചെയ്യാത്തവനാണ്, നീ തെറ്റുകാരനാണ്, നീ ഒരു അമലും ചെയ്തിട്ടില്ല. അപ്പോഴല്ലേ ഞാൻ ദ്വാരക്കാച്ച ആമീൻ പറയാം, ഞാൻ ദ്വാരന്നു, നീ ആമീൻ പറഞ്ഞു. അന ദഅഉതു വ അമ്മൻത, നീ ആമീൻ പറഞ്ഞു. എന്നിട്ടിപ്പോഴോ മേഘം തണലിട്ട് തന്നു, അള്ളാഹു ഇറക്കി തന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പിരിയുമ്പോ എന്റെ കൂടെ മേഘം വരാതെ നിന്റെ കൂടെയാണല്ലോ വന്നത്. അപ്പോൾ അള്ളാഹ് സ്വീകരിച്ചത് നിന്റെ ദുആയാണ്. നബിയുടെ ദുആ സ്വീകരിക്കാത്തത് കൊണ്ടല്ല, പടച്ച റബ്ബ് ഓരോ പാഠം പഠിപ്പിച്ചവരാണല്ലോ.
നീ ആരാണ്? ലതുഖ്ബിറന്നീ മാ അംറുക, നീ ആരാണ്, നിന്റെ അമലെന്താണ്? നീ അല്ലാഹ് പൊരുത്തപ്പെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് നീ ആരാണെന്ന് പറയണം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, മഹാനവറുകളെ, ഞാനൊരു അറവേർന, ഞാനൊരു കശാപ്പുകാരന, ഞാനൊരു അമലും ചെയ്തിട്ടില്ല, ഞാൻ തമ്മാടിയായി ജീവിച്ചവനാ. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ തൗബ ചെയ്യാൻ കാരണം ഒരു പെണ്ണാണ്. എന്റെ അയലോക്കക്കാരത്തി പെണ്ണിന്റെ കൂടെ ഞാൻ പോയി, എന്നിട്ട് ഞാന് അള്ളാനെ പേടിച്ച് തൗബ ചെയ്ത് മടങ്ങി. അന്ന് മുതൽ ഞാൻ നന്നായിട്ടുണ്ട്, അല്ലാതെ കാര്യമായി പടച്ചറബിന്റെ മുന്നിൽ പറയാൻ എന്റെ അടുത്തൊരു അമലൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല റസൂൽ അത്തായിബു ഇലല്ലാഹി ബിമകാനിൻ ലൈസ അദും മിനൻ നാസി ബിമകാനി, തൗബക്കാരന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പടച്ചറബിനെ പേടിച്ച് തെറ്റിൽ നിന്ന് തൗബ ചെയ്തവന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ മറ്റാർക്കും കിട്ടാത്ത വലിയ സ്ഥാനമാണ്, വലിയ മഹത്വമായ സ്ഥാനമാണ്. നിന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ച് നിനക്ക് തന്ന ഈ പദവി കൊണ്ടാണ്, ഈ സ്ഥാനം കൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ ബഹുമാനിച്ചത്, ആദരിച്ചത് എന്ന് ബനൂ ഇസ്രായേലുകൾപ്പെട്ട ആ നബി പറഞ്ഞു കൊടുത്തു എന്ന് മഹാന്മാരായ ഉലമാ ലജ്ജയെക്കുറിച്ച് പറയുന്ന വിഷയങ്ങളിൽ കിതാബുകൾ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വലിയ ലജ്ജക്കാരനായിരുന്നു, അല്ലേ? ആ സ്വഭാവം, അങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെ. പടച്ച റബ്ബ് നമ്മെ കബൂൽ ചെയ്യട്ടെ. ബിഫദ്ലി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അല്പം ഇസ്തിഗ്ഫാറുകൾ, ദിക്റുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ ദുആ കേൾപ്പിച്ചവരുണ്ട്, നമ്മളൊക്കെ ദുആ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്.